ഹൈടെക് കൃഷിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് ഹൈടെക് കൃഷി എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ഹൈടെക് കൃഷി? എന്തൊക്കെ തരത്തിലുള്ള ഹൈടെക് കൃഷി രീതികളുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. അപ്പൊ ഹൈടെക് കൃഷി എന്ന് പറയുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സന്നിവേശം ഉൾക്കൊള്ളുന്നതും ഉയർന്ന മുതൽ മുടക്ക് ആവശ്യമായിട്ടുള്ളതും ആണ് ഈ ഹൈടെക് കൃഷി. അതായത് ഈ കൃഷിയില് നമ്മൾ ഉൽപാദന ഉപാധികളായ വെള്ളം, വളം, രോഗനിയന്ത്രണകാരികൾ ഒക്കെ യഥാസമയം യഥാസ്ഥലത്ത് കൃത്യമായ അളവിൽ നൽകും. ഗ്രീൻ ഹൗസ് സാങ്കേതിക വിദ്യ കൊണ്ട് ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഹൈടെക് ഫാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹൈടെക് കൃഷി മൂലം വിളകളുടെ ഉൽപാദനം കൂടും, ഉൽപാദനക്ഷമത കൂടും, കൂടാതെ നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, കുറഞ്ഞ വരുമാനം, കുറഞ്ഞു വരുന്ന കൃഷിസ്ഥലം, വിളകളുടെ കുറഞ്ഞ ഉൽപാദനക്ഷമത, കാലാവസ്ഥ വ്യതിയാനം, തൊഴിലുകളുടെ ലഭ്യതക്കുറവ്, വെള്ളത്തിന്റെ ക്ഷാമം, അതുപരി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, ഇതൊക്കെ നമ്മൾ ഹൈടെക് കൃഷിയിലേക്ക് തിരിയുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കണ്ടുവരുന്നത് കാർഷിക ഉൽപാദന ചെലവ് 50 മുതൽ 75% വരെ കുറയുന്നതായിട്ടാണ് ഈ ഹൈടെക് കൃഷി രീതി അവലംബിക്കുമ്പോൾ. അത് മാത്രമല്ല, ഉൽപാദനം 3 മുതൽ 10 ഇരട്ടി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഹൈടെക് കൃഷിയിൽ പ്രധാനമായും നമ്മൾ സംരക്ഷിത കൃഷിയാണ് ചെയ്യുന്നത്. കീടങ്ങളുടെ ശല്യം കുറയും. അപ്പൊ നമുക്ക് വിഷവിമുക്തമായ പച്ചക്കറികൾ വർഷം മുഴുവൻ ലഭിക്കും. അത് മാത്രമല്ല, ഏതൊരു വിളയും എപ്പോൾ വേണമെങ്കിലും എവിടെയും കൃഷി ചെയ്യാം. അതായത് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഏതൊരു വിളകളും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഹൈടെക് കൃഷി അനുവർത്തിക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ ഉന്നത ഗുണനിലവാരമുള്ള ഉൽപാദനക്ഷമതയുള്ള വിളവ് നമുക്ക് ലഭിക്കും എന്നത് തന്നെയാണ്. ഹൈടെക് കൃഷി എന്ന് പറയുമ്പോൾ അതിനകത്ത് സംരക്ഷിത കൃഷിയുണ്ട്, സൂക്ഷ്മ ജലസേചനമുണ്ട്, മണ്ണില്ലാതെയുള്ള കൃഷിയുണ്ട്, ഫെർട്ടിഗേഷനുണ്ട്, സങ്കരന വിത്തുകളുടെ ഉപയോഗമുണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പുതിയിടയിലുണ്ട്, വിളക്രമീകരണം, സംയോജിത രോഗ കീട നിയന്ത്രണം, ഇതിന്റെ എല്ലാം കൂടി ഒരു സമന്വയമാണ് സംരക്ഷിത കൃഷി അല്ലെങ്കിൽ ഹൈടെക് കൃഷി എന്ന് പറയുന്നത്. ഈ സംരക്ഷിത കൃഷിയില് സസ്യഗ്രഹങ്ങൾക്ക് പ്രധാനമായും ഒരു ചട്ടക്കൂടുണ്ടാവും. അതിന് മുകളിൽ അതിന് മേയാനായിട്ട് ഒരു ആവരണം ഉണ്ടാവും. അത് മാത്രമല്ല, സസ്യഗ്രഹ അന്തരീക്ഷത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്ത് കൃഷികൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്യമായി നമ്മൾ ഒരു ചട്ടക്കൂടിൽ നിർമ്മിക്കുകയാണ്. അപ്പൊ ഇതിൽ സൂക്ഷ്മ ജലസേചനം എന്ന് പറയുന്നത് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലം ദിവസേന നേർത്ത കണിക രൂപത്തിലോ സ്പ്രേ രൂപത്തിലോ അതിന്റെ വേരുവെള്ളത്തിന് ലഭ്യമാക്കുന്നു. ഫെർട്ടിഗേഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിനോടൊപ്പം വളവും നൽകുന്ന ഒരു രീതിയാണ് ഫെർട്ടിഗേഷൻ. ഇതിനകത്ത് കൃത്യമായ ഇടവേളകളിൽ തുല്യമായ അനുപാതത്തിൽ ചെടികൾക്ക് വളം ലഭിക്കുന്നതിനാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളി ഹൗസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറിനകത്തൊക്കെ ഉൽപാദനക്ഷമത കൂടുതലാണെന്ന് പറഞ്ഞു. സങ്കരന വിത്തുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വിളവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഇനി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പുതിയിടുന്നതും ഹൈടെക് കൃഷിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിന്റെ ഘടന നിലനിർത്തും, മണ്ണിന്റെ താപം ക്രമീകരിച്ച് നിർത്താൻ സാധിക്കും. നല്ല മഴ പെയ്താലും ഈ മണ്ണിനകത്തുള്ള വളങ്ങളോ അല്ലെങ്കിൽ മണ്ണിനകത്തുള്ള പോഷക മൂല്യങ്ങളോ ഒന്നും ഒലിച്ചു പോവുകയില്ല. ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത്, കളകളെ പ്രതിരോധിക്കാൻ സാധിക്കും. പ്ലാസ്റ്റിക് പദം ഉപയോഗിക്കുമ്പോൾ കളയുടെ ശല്യം ഉണ്ടാകില്ല. വിളക്രമീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഇടയകലം പാലിച്ച്, അതുപോലെ കൃത്യമായ വരി അകലവും പാലിച്ച് പരമാവധി എണ്ണം നടീൽ വസ്തുക്കളെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. സംയോജിത കീട നിയന്ത്രണത്തിൽ നമുക്കറിയാം, യാന്ത്രിക നിയന്ത്രണമുണ്ട്, ജൈവ നിയന്ത്രണമുണ്ട്, രാസ കീടനാശിനി എന്നിവയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തുള്ള സംയോജിത രോഗ കീട നിയന്ത്രണമാണ് നമ്മുടെ പോളി ഹൗസുകളിൽ അല്ലെങ്കിൽ ഹൈടെക് കൃഷിയിൽ അനുവർത്തിക്കുന്നത്. ഇനി നമുക്ക് വിവിധ ഹൈടെക് രീതികൾ ഏതാണെന്ന് നോക്കാം. കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിങ്, സംരക്ഷിത കൃഷി, പ്രൊട്ടക്റ്റീവ് മെത്തേഡ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നാണ് വിവിധ തരത്തിലുള്ള ഹൈടെക് കൃഷി രീതികൾ. ഇതിൽ കൃത്യത കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യത കൃഷി എന്താണെന്ന് നോക്കാം. സ്ഥലത്തിനും സമയത്തിനനുസരിച്ച് നമ്മുടെ കൃഷിയിടങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളെ പഠിച്ച് ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും വിനിയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് കൃത്യത കൃഷി. അതായത് ഈ കൃത്യത കൃഷിയിൽ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം, പോഷകമൂലങ്ങള് എന്നിവ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവില്, കൃത്യമായ രീതിയിൽ, കൃത്യമായ സ്ഥലത്ത് സസ്യങ്ങൾക്ക് നൽകുന്ന രീതിയാണിത്. ഈ കൃത്യത കൃഷിയിൽ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെർട്ടിഗേഷനും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൃത്യത കൃഷി നമുക്ക് തുറസായ സ്ഥലത്ത്, അതായത് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ ഈ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചറിനകത്ത്, അതായത് സംരക്ഷിത രീതിയിലും നമ്മൾ കൃത്യത കൃഷി അനുവർത്തിക്കുന്നുണ്ട്. അപ്പൊ കൃത്യത കൃഷിയുടെ കുറച്ച് ഉന്നത തലമാണ് സംരക്ഷിത രീതി. അപ്പൊ ഈ സംരക്ഷിത രീതിയിൽ ചെടികൾക്ക് അതികഠിനമായ ചൂട്, തണുപ്പ്, സൂര്യപ്രകാശം, മഴ എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. അത് മാത്രമല്ല, കൃത്യമായ തോതിലുള്ള ജലം, പോഷകമൂലങ്ങൾ എന്നിവ കൃത്യമായ സ്ഥലത്ത്, കൃത്യമായ അളവില്, കൃത്യമായ സമയത്ത് നൽകുന്നുണ്ട്. കൂടാതെ
ഈ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, അതായത് ഈ സംരക്ഷിത കൃഷി രീതിയിൽ നമുക്ക് ഏത് വിളയും ഏത് സ്ഥലത്തും ഏത് സീസണിലും കൃഷി ചെയ്യുവാൻ സാധിക്കും. അപ്പൊ സാധാരണ സംരക്ഷിത കൃഷി രീതിയിൽ ഹരിതഗൃഹങ്ങളുണ്ട്, ഷെയ്ഡ് നെറ്റുകളുണ്ട്, അതിന്റെ വശങ്ങളും സൈഡും ഒക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കും. അതുപോലെ ഗ്ലാസ് ഹൗസുകളുണ്ട്, അതിനകത്ത് ഗ്ലാസ്, പോളികാർബണേറ്റ്, ഫൈബർ ഗ്ലാസ് എന്തെങ്കിലും കൊണ്ട് ആവരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ സ്റ്റെബിലൈസർ ചേർത്ത പോളിത്തീൻ ഷീറ്റ് വെച്ചുണ്ടാക്കിയ പോളി ഹൗസുകളും എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനിയുള്ളത് ഹൈഡ്രോപോണിക്, അതൊരു ഹൈടെക് കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്. ഇതിനകത്ത് മണ്ണില്ലാതെ ജലത്തിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ്. അപ്പൊ ആവശ്യമായ പോഷക മൂലങ്ങൾ ജലത്തിൽ കലർത്തിയാണ് ഇതിനകത്ത് ചെടികൾക്ക് നൽകുന്നത്. ഇനി എയ്റോപോണിക്സ് ഉണ്ട്. എയ്റോപോണിക്സിലാണെങ്കിൽ എയ്റോ ഹൗസുകളിൽ പല തട്ടുകളിലായി തൂക്കിയിട്ടിരിക്കുന്ന മീഡിയങ്ങളിൽ കൃഷി ചെയ്യുന്ന രീതി. അപ്പോൾ ഈ ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും ഒക്കെ ഇപ്പോൾ ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി സംരക്ഷിത കൃഷി രീതി എന്താണെന്ന് നോക്കാം. ഈ സംരക്ഷിത കൃഷി രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, പോളിഹൗസ് കൃഷിയാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പോളിഹൗസ് കൃഷിയിൽ ചിലപ്പോഴൊക്കെ നഷ്ടം സംഭവിക്കാറുണ്ട്. അതായത് ഒരു കൃഷി തുടങ്ങിയിട്ട് ആദ്യത്തെ 1-2 സീസണിലൊക്കെ നല്ല വിളവ് ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ രോഗം കൂടി, കീടം കൂടി, അതേപോലെ ഉദ്ദേശിക്കുന്നത്ര ഫലം ലഭിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അതിന് പ്രധാന കാരണം പോളിഹൗസിന്റെ നിർമ്മാണം തൊട്ട് നടുവാനുള്ള മാധ്യമം തയ്യാറാക്കല്, വിത്തും വിളയും തിരഞ്ഞെടുക്കല്, വിള പരിപാലനം, പോളിഹൗസിന്റെ അന്തരീക്ഷത്തിന്റെ ക്രമീകരണം, വളപ്രയോഗം, വിളവെടുപ്പ്, ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഒരു പാളിച്ച സംഭവിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്ര വിളവ് പോളിഹൗസിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ പലതരത്തിലുള്ള ഹരിതഗൃഹ മാതൃകകളുണ്ട്. അതായത് കോൺസെപ്റ്റ്, അതായത് അർത്ഥവൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു പന്തൽ രൂപത്തിലിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന രീതി. പിന്നെ അറക്കവാൾ വായ്ത്തല പോലുള്ള, അതായത് സോ ടൂത്ത് പോളി ഹൗസ്, ഇതിന്റെ മോൾഭാഗം ഈ അറക്കവാൾ പോലെ ഉള്ളതാണ്. പിന്നുള്ളത് ത്രികോണ മുഖപ്പുള്ളത്, ഇതിന് ഗേബിൾ ഷേപ്പ് എന്ന് പറയാറുണ്ട്. പിന്നെ ചായ്ച്ചിറക്കിയ ഹരിതഗൃഹം. അപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ അറക്കവാൾ വായ്ത്തല പോലുള്ള പോളി ഹൗസും ത്രികോണ മുഖപ്പുള്ള പോളി ഹൗസുമാണ്. ചായ്ച്ചിറക്കിയ ഹരിതഗൃഹം ഒക്കെ ശരിക്ക് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോളിഹൗസിന്റെ നിർമ്മാണം എന്നെ കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു, പോളിഹൗസിന്റെ നിർമ്മാണവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നാച്ചുറലി വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിഹൗസ്, അതായത് സ്വാഭാവികമായ വായു സഞ്ചാരമുള്ള ഒരു പോളിഹൗസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന പ്രതിഭാസം പ്രയോജനപ്പെടുത്തി സസ്യങ്ങളെ വളർത്താൻ ഉപയോഗിക്കുന്ന കൂടാരങ്ങളാണിത്. അപ്പൊ ഇതിനകത്ത് സസ്യങ്ങൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിലനിർത്തി പ്രകാശ സംശ്ലേഷണത്തിന്റെ, അതായത് ഫോട്ടോസിന്റെ തോത് വർദ്ധിപ്പിച്ച് വിളകളുടെ ഉത്പാദനക്ഷമത കൂട്ടുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചട്ടക്കൂടുണ്ട്, അതിനൊരു ആവരണമുണ്ട്, കൂടാതെ പരിസ്ഥിതി നിയന്ത്രണ സംവിധാനങ്ങളുമുണ്ട്. കൂടാതെ ഇതിനകത്ത് ഫെർട്ടിഗേഷൻ സംവിധാനം ഉണ്ടായിരിക്കും. ഈ ചട്ടക്കൂട് സാധാരണ GI പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. MS പൈപ്പ് കൊണ്ട് ഉണ്ടാക്കാം, പക്ഷെ GI പൈപ്പ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു കാലാവധി 20 വർഷം വരെ നീളും. ചിലവുകൂടിയ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മുള, കാറ്റാടിക്കഴ, കവുങ്ങ് എന്ന് വെച്ച് നമുക്ക് ചട്ടക്കൂട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്ട്രക്ചറിന്റെ ദൈർഘ്യം, ഡ്യൂറേഷൻ കുറവായിരിക്കും. അപ്പൊ ഈ പോളിഹൗസ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും GI പൈപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പോളിഹൗസിനെ കവർ ചെയ്തിട്ട് ആവരണമായിട്ട്, അതിന് ക്ലാഡി മെറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ കവറിംഗ് മെറ്റൽ എന്ന് പറയും. ഇത് UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റാണ്, 200 മൈക്രോൺ ഉള്ള. വശങ്ങളിൽ 40 മെഷുള്ള ഇൻസെക്ട് പ്രൂഫ് നെറ്റാണ് ഉപയോഗിക്കുന്നത്. താഴെ കുറച്ച് ഭാഗം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടിക കൊണ്ട് ഒരു 60 സെന്റിമീറ്റർ പൊക്കം, അതായത് 2 അടി പൊക്കത്തിൽ കെട്ടാം. അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റോ അല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റോ ഒക്കെ വെച്ചിട്ട് താഴത്തെ ഒരു 60 സെന്റിമീറ്റർ കവർ ചെയ്യാം. ഇതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, എലിയോ അങ്ങനെയുള്ള ജന്തുക്കളൊന്നും ഇതിനകത്ത് കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഈ ചെയ്യുന്നത് ഈ ഷീറ്റിന്റെ ഒരടി താഴ്ചയിലേക്ക് വേണം ഈ സൈഡിൽ കാണുന്ന ഷീറ്റ് കുഴിച്ചിടേണ്ടത്. കാരണം ഇതിനകത്ത് കൂടി നെമറ്റോഡ്സോ അല്ലെങ്കിൽ എലി തുടങ്ങിയ ജീവജാലങ്ങൾ ഇതിനകത്തേക്ക് കറക്കാതിരിക്കാനായിട്ട്. പിന്നെ ഈ കാണുന്ന ഇൻസെക്ട് പ്രൂഫ് നെറ്റിനെ കുറിച്ച് പറഞ്ഞു, 40 മെഷുള്ളത്, ഇതുവഴിയാണ് സ്വാഭാവികമായിട്ട് വായു ഇതിനകത്തേക്ക് കടന്നു പോകുന്നത്. ആദ്യം കാണുന്ന ഈ മുറിക്ക്, ഇതിന്റെ പേരാണ് ഡബിൾ ഡോർ, ഇരട്ട വാതിൽ എന്ന് പറയും, അല്ലെങ്കിൽ ആന്റി റൂം എന്ന് പറയും. അപ്പൊ ഇതിനകത്തൊരു വാതിലുണ്ടാവും, അകത്തേക്ക് പോളിഹൗസിനകത്ത് വാതിലുണ്ടാവും. ഇപ്പൊ സാധാരണ സ്ലൈഡിംഗ് ടൈപ്പായിട്ടുള്ള വാതിലാണ് നല്ലത്. ഈ വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള പോളിഹൗസിന്റെ വാതിൽ അടച്ചിട്ടുണ്ടാവണം. അത് മാത്രമല്ല, പൊട്ടാസ്യം പെർമനേറ്റ് തുടങ്ങിയ ലായനി ഈ താഴെ ഉണ്ടായിരിക്കണം. അത് കാലി ചവിട്ടി ശുദ്ധി വരുത്തിയിട്ട് വേണം നമ്മൾ പോളിഹൗസിനകത്ത് കിടക്കേണ്ടത്. കാര്യം നമ്മളുടെ രോഗങ്ങളും കീടങ്ങളും വരാതിരിക്കാനാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ, അത് ആദ്യത്തെ വാതിൽ തുറക്കുമ്പോഴത്തേക്കും ആദ്യത്തെ വാതിൽ അടച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഈ ആന്റി റൂമിൽ, അതായത് ഇരട്ട വാതിൽ അടച്ചിട്ട് വേണം അകത്തെ പോളിഹൗസിനകത്തുള്ള വാതിൽ തുറക്കേണ്ടത്. അപ്പൊ നമ്മുടെ കൂടെ കീടങ്ങളൊന്നും അകത്തേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനൊരു പ്രിക്കോഷൻ എടുത്തിരിക്കുന്നത്. സാധാരണയുള്ള പോളിത്തീൻ ഷീറ്റ് ആകുമ്പോൾ അതൊരു 6 മാസമോ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പൊളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചില സ്റ്റെബിലൈസറുകൾ ചേർത്ത് ഇതിനെ UV സ്റ്റെബിലൈസ്ഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഈ പോളിത്തീൻ ഷീറ്റിനെ UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റ് മാറ്റുന്നുണ്ട്. അതിന് കുറെ സാധാരണ ഒറ്റപ്പാളുള്ള പോളിത്തീൻ ഷീറ്റ് ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 പാളി, 5 പാളി, 7 പാളിയൊക്കെ അതിനകത്തുണ്ട്. ഓരോ പാളുകൾക്കും അതിൻ്റെതായ ഓരോ സവിശേഷതകളുണ്ട്.
ഈ പാളിയുടെ സവിശേഷത പറയാന്നുണ്ടെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്നത്, അതായത് UVC-യും UVB-യും തടയുന്നു, പൊടി പിടിക്കാത്തതാണ്, ചിതറിയ പ്രകാശം നൽകുന്നത്, അതായത് ഡിഫ്യൂസ് സൺലൈറ്റ് തരുന്നതും, മഞ്ഞ് കണങ്ങളെ ഒഴുക്കി വിട്ടിട്ട് ഹരിതഗൃഹാന്തരീക്ഷത്തിന്റെ ഈർപ്പം ചിലർക്ക് യോജിച്ച രീതിയിൽ നിലനിർത്തുന്നതും, ഇൻഫ്രാറെഡ് രശ്മികളെ പ്രതിഫലിക്കുന്നു, കൂടാതെ ഗന്ധക പ്രതിരോധം എന്നീ ഗുണങ്ങളെ കോ എക്സ്ട്രൂഷൻ വഴി ഒറ്റ ഷീറ്റാക്കി മാറ്റുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ UV റേസ് തടയപ്പെടുന്നതുകൊണ്ട് ചില സൂക്ഷ്മജീവികളുടെ കാഴ്ച നഷ്ടപ്പെടുകയും അവർക്ക് അങ്ങനെ രോഗം പകർത്താൻ കഴിയുമില്ല. സൂര്യപ്രകാശം ഡിഫ്യൂസ് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, അതായത് ചിതറി അകത്തേക്ക് വരുന്നതുകൊണ്ട് എല്ലാ ഇലകൾക്കും സൂര്യപ്രകാശം ലഭിക്കുകയും എല്ലാ ഇലകളും ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആവുകയും ചെയ്യും. അത് എല്ലാ ഇലകളിലും അന്നജ ഉൽപാദനം നടക്കുകയും കൂടുതൽ വിളവ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പുറത്ത് കൃഷി ചെയ്യുമ്പോഴത്തേക്കും മുകളിലുള്ള ഇലയുടെ നിഴൽ താഴത്തെ ഇലയിൽ പതിക്കുകയും ആ ഇലകളിൽ ഫോട്ടോസിന്തസിസ് നടക്കാതിരിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെയാണെങ്കിൽ ലംബമായിട്ടുള്ള ചിറകളാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പോളിഹൗസിനകത്ത് വളർത്തുന്നത്. അപ്പൊ എല്ലാ ഇലകൾക്കും സൂര്യപ്രകാശം ലഭിക്കുകയും എല്ലാ ഇലകളിൽ നിന്നും അന്നജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുറത്ത് 1 ഏക്കറിൽ നടാവുന്ന ചെടികൾ ഇവിടെ 25 സെന്റിൽ നടാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് സൂര്യരശ്മികള് ഡിഫ്യൂസ്ഡ് ആയിട്ടാണ് അകത്ത് കയറുന്നത്, അതായത് ചിതറിയാണ് പോളിഹൗസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് മാത്രമല്ല, സാധാരണ സൂര്യപ്രകാശത്തിന്റെ അൾട്രാവയലറ്റ് രശ്മികളും, അതായത് 200 മുതൽ 400 നാനോമീറ്റർ തരംഗദൈർഘ്യമുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന രശ്മികൾ, അതായത് വിസിബിൾ റേസ്, അത് 400 മുതൽ 700 നാനോമീറ്റർ തരംഗദൈർഘ്യമുള്ളതും, ഇൻഫ്രാറെഡ് റേസ് 700 മുതൽ 800 നാനോമീറ്റർ തരംഗദൈർഘ്യമുള്ളതുമാണ്. ചെടികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന രശ്മികൾ ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ ഇൻഫ്രാറെഡ് റേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇലകളെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അൾട്രാവയലറ്റ് രശ്മികളില് UVA അതായത് 315 തൊട്ട് 400 നാനോമീറ്റർ, UVB അതായത് 280 തൊട്ട് 315 നാനോമീറ്റർ, UVC അതായത് 200 തൊട്ട് 280 നാനോമീറ്റർ, ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ UVB-യും UVC-യും ചെടികൾക്ക് ദോഷമാണ്. ഈ പോളിയെത്തിലീൻ ഷീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെബിലൈസർ ചേർത്ത് UVB-യും UVC-യും ലോങ് ഇൻഫ്രാറെഡ് രശ്മികളെയും കടത്തിവിടാത്ത രൂപത്തിലാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 381 നാനോമീറ്റർ വരെയുള്ള UVA രശ്മികൾ തടയപ്പെടുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശരശ്മികൾ അകത്ത് കടക്കുകയും ഈ ഷീറ്റ് വഴി അകത്ത് കടക്കുകയും അത് താഴെ വന്ന് മണ്ണിലോ ഇലയിലോ പതിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് പ്രതിഫലിച്ച് നേരെ മുകളിലോട്ട് പോവുകയും ഈ പോളിയെത്തിൽ ഷീറ്റിൽ തട്ടി അത് തിരിച്ച് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. കാരണം ഈ തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശങ്ങൾ പോളിഹൗസിനകത്ത് വന്ന് പ്രതിഫലിക്കുമ്പോൾ അത് തരംഗദൈർഘ്യം കൂടിയ രശ്മികളായി മാറുകയും അതുകൊണ്ട് തന്നെ ഇത് ഷീറ്റിന്റെ പുറത്തേക്ക് അതിന് പോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഇത് ഈ പോളിഹൗസിന്റെ താപനില കൂട്ടുകയും, അതായത് 3 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ താപനില കൂടുകയും, കാരണം മതിയായ വെന്റിലേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 15 ഡിഗ്രിനകത്തുള്ള താപനില കൂടും. അപ്പൊ ഇത് അന്തരീക്ഷത്തില് ഹരിതഗൃഹ വാതകങ്ങൾക്ക്, അതായത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് തുല്യമായ ഒരു പ്രതിഭാസം, അതായത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ ഹൗസ് എന്ന പേര് ലഭിച്ചത്. അപ്പൊ നമ്മള് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മള് കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്താവുമ്പോൾ നമ്മളൊരു ചെടികൾക്ക് വളരാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഏത് വിളയും ഏത് കാലത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു ഉൽപാദനക്ഷമത 3 മുതൽ 10 മടങ്ങ് കൂടുതലാണ്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഇതിന്റെ വെന്റിലേഷൻ ആണ്. വെന്റിലേഷൻ നന്നായി വേണം. അതായത് മൊത്തം ഹരിതഗൃഹത്തിന്റെ 30% വേണം അതിന്റെ വെന്റിലേഷൻ. ഹരിതഗൃഹത്തിന്റെ മൊത്തം വസ്തുതയുടെ ആകെ വസ്തുതയുടെ 30% വേണം അതിന്റെ വെന്റിലേഷൻ. എന്നാൽ മാത്രമേ ചൂട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനകത്ത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഹരിതഗൃഹത്തിനകത്ത് രോഗകീടബാധ കുറവായിരിക്കും. കാരണം നമ്മൾ ഇൻസെക്ട് പ്രൂഫ് നെറ്റ് വെച്ച് എല്ലാ വശവും കവർ ചെയ്തിരിക്കുകയാണ്. ഈ മുകളിലത്തെ വെന്റിലേറ്ററിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം നേരത്തെ പറഞ്ഞു അകത്ത് വരുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് പോകാനാവാതെ ഇതിനകത്ത് ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ചൂട് കൂടിയ വായു മുകളിലേക്ക് പോയി, അതായത് ചിമ്മിനി സംഭവിക്കുന്ന പോലെ മുകളിലേക്ക് പോയി ഈ വെന്റിലേറ്റർ വഴി പുറത്തേക്ക് പോകും. അപ്പൊ ഈ വെന്റിലേറ്റർ 2 വശത്തേക്കും തുറന്നതാണെന്നുണ്ടെങ്കിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ അറക്കവാൾ ടൈപ്പ് പോലെയുള്ള പോളി ഹൗസുകളിൽ ഈ വെന്റിലേറ്ററിന്റെ ഓപ്പണിംഗ് വളരെ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. കാരണം കാറ്റ് ഇവിടുന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് പോകുന്നതെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്കായിരിക്കണം ഈ ഓപ്പണിങ്. അല്ലെങ്കിൽ കിഴക്ക് വശത്ത് തന്നെയാണ് അതിന്റെ ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ ശക്തമായ കാറ്റുള്ളപ്പോൾ ഈ വായു പോളിഹൗസിനകത്ത് കയറി പോളിഹൗസിന് നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂട് വായു പുറത്തേക്ക് വരുമ്പോൾ ഈ വരുന്ന കാറ്റിന്റെ ദിശയിലേക്ക് തന്നെ അതങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ പുറത്ത് കവർ ചെയ്തിരിക്കുന്നത് EU സ്റ്റെബിലൈസ്ഡ് പോളിയെത്തിലീൻ ഷീറ്റാണ്. ഈ ഷീറ്റ് സാധാരണ നമ്മൾ താഴെ വരെ കൊണ്ടുവരാറുണ്ട്. അതായത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഈ ഷീറ്റ് താഴേക്ക് വലിച്ചിടുക എന്നുണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. 300 ppm ആണ്
പുറത്തെ കാർബൺ ഡയോക്സൈഡിന്റെ തോത്, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് തോത്. പക്ഷെ പോളി ഹൗസിനകത്ത് ഈ കാർബൺ ഡയോക്സൈഡിന്റെ തോത് കൂടി 1000 ppm വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് രാത്രി നമ്മൾ താഴ്ത്തിയിടുകയും രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് തിരിച്ച് മുകളിലേക്ക് ചുരുട്ടി വെക്കുകയും ചെയ്യാന്നുണ്ടെങ്കിൽ അകത്ത് കാർബൺ ഡയോക്സൈഡ് നിലനിൽക്കുകയും രാവിലെ സൂര്യപ്രകാശം ലഭിക്കുന്നതോടുകൂടി ഇതിനകത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുകയും ചെയ്യും. അങ്ങനെ വിളവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ രാവിലെ ആകുമ്പോൾ തിരിച്ച് വീണ്ടും ഈ ഷീറ്റ് മടക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വായുസഞ്ചാരം ഇല്ലാതെ ചൂട് കൂടി ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സൈഡിൽ ഇൻസെക്ട് പ്രൂഫ് നെറ്റ് കൂടി കൊടുത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻസെക്ട് കയറില്ല, അല്ലെങ്കിൽ കീടങ്ങൾ കയറിയില്ല. അഥവാ എന്തെങ്കിലും കീടങ്ങളകത്ത് കയറുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പെറ്റുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പോളിഹൗസിനകത്ത് നാച്ചുറൽ എനിമീസ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും രോഗമോ കീടമോ കാണുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് നമ്മൾ നിയന്ത്രിക്കേണ്ട മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ഹരിതഗൃഹത്തിന്റെ പേര് പറഞ്ഞാണ് സ്പാൻ എന്നുള്ളത്. ശരിക്ക് സിംഗിൾ സ്പാൻ ഉണ്ടാവും, മൾട്ടി സ്പാൻ ഉണ്ടാവും. പോളിഹൗസ് നിർമ്മാണം വളരെ പ്രാധാന്യം വഹിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ ചട്ടക്കൂട് വേണമെങ്കിൽ നേരത്തെ നിർമ്മിച്ചത് പ്രീ ഫാബ്രിക്കുള്ള ചട്ടക്കൂട് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നീളവും വീതിയും ഒക്കെ അനുസരിച്ചിട്ട് ചട്ടക്കൂട് നിർമ്മിക്കാം. അപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് വേണം ഇത് ചെയ്യിക്കാൻ. അല്ലെങ്കിൽ ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു വിളവ് പോളിഹൗസിൽ നിന്ന് ലഭിക്കില്ല. അപ്പോൾ ഈ പോളിഹൗസ് നിർമ്മാണത്തെ കുറിച്ച് നോക്കുമ്പോൾ കുറച്ചധികം കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കേണ്ടത് സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സാധാരണ ഈ ജലക്കെട്ടുള്ള സ്ഥലങ്ങൾ, അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോളിഹൗസ് നിർമ്മിക്കാൻ പാടില്ല. തറ നിൽപ്പിന് ഏകദേശം 1.5 അടി തൊട്ട് 1 അടി പൊക്കത്തിൽ വേണം ഈ പോളിഹൗസിന്റെ തറനിരപ്പ് ഉണ്ടാവേണ്ടത്. അത് മാത്രമല്ല, നല്ല കാറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത് മരങ്ങളോ വീടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ നിഴൽ വീഴാന്നുണ്ടെങ്കിൽ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കരുത്. അതായത് ഒരു വൃക്ഷോ അല്ലെങ്കിൽ വീടോ ഉണ്ടെങ്കിൽ അതിന്റെ 2 ഇരട്ടി അകലത്തിൽ വേണം പോളിഹൗസ് നിർമ്മിക്കാൻ. വീടിന് അല്ലെങ്കിൽ ഒരു മരത്തിന് 10 അടി പൊക്കമാണെന്നുണ്ടെങ്കിൽ 20 അടി ആ മരത്തിൽ നിന്ന് 20 അടി മാറ്റി വേണം പോളിഹൗസ് നിർമ്മിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് നിഴല് വീഴുകയും ഉത്പാദനം കുറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ദിക്സ്ഥിതി, ദീർഘചതുരാകൃതിയിലുള്ള പോളിഹൗസ് നിർമ്മിക്കാണ് നല്ലത്. അപ്പോൾ അതിന്റെ നീളവശം വരേണ്ടത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, അതായത് തെക്ക് വടക്കായിട്ട് വേണം അതിന്റെ നീളം വരേണ്ടത്. ഇതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, പോളിഹൗസിന്റെ ചട്ടക്കൂട് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിഴല് ഈ പോളിഹൗസിൽ പതിക്കാന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ തെക്ക് മുതൽ വടക്ക് വരെ നീങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ഒരു സ്ഥലത്ത് മാത്രം ഇവിടെ നിഴലുണ്ടാവില്ല. അങ്ങനെ നിഴലുണ്ടാകാവുന്ന yield റിഡക്ഷൻ അല്ലെങ്കിൽ വിളവിന്റെ കുറവ് നമുക്ക് മാറ്റാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഉഷ്ണ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ തെക്ക് വടക്കായിരിക്കണം പോളിഹൗസിന്റെ ദിശ. ഇനി എന്റെ ചട്ടക്കൂട് നിർമ്മാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. മണിക്കൂർ 150 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വായുവിനെ ചെറുത്ത് നിൽക്കാൻ ശേഷിയുള്ളതായിരിക്കണം ഈ പോളിഹൗസിന്റെ ചട്ടക്കൂട്. അപ്പൊ വശങ്ങളൊന്നും പൂർത്താവാൻ പാടില്ല. പിന്നെ ഉള്ളത് ഇതിന്റെ ആവരണമാണ്. ആവരണത്തെ കുറിച്ച് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. 36 മീറ്റർ നീളവും ഒരു 8 മീറ്റർ വീതിയുമുള്ള ഒരു പോളിഹൗസിന്റെ പൊക്കം എന്ന് പറയുന്നത് മധ്യഭാഗത്തെ പൊക്കം 6 മീറ്റർ ആയിരിക്കണം, വശങ്ങളിലെ പൊക്കം 3.5 മീറ്റർ ആയിരിക്കണം. അതായത് തറ വിസ്താരം കൂടുന്നതനുസരിച്ചിട്ട് പോളിഹൗസിന്റെ ഉയരം കൂടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ 7 തൊട്ട് 9 മീറ്റർ ആണ് ഒരു സ്പാൻ അല്ലെ ഒരു ഹരിതഗൃഹത്തിന്റെ വീതി വേണ്ടത്. ശേഷം നന്നായി കണ്ടിരിക്കുന്നത് 8 മീറ്റർ ആണ്. അപ്പൊ ഈ വെന്റിലേറ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കാറ്റ് വീശുന്ന അതേ ഡയറക്ഷനിലായിരിക്കണം ഈ വെന്റിലേറ്റർ ഓപ്പൺ ചെയ്തിരിക്കേണ്ടത്. ഈ വെന്റിലേറ്ററും നമ്മൾ 40 മെഷുള്ള ഇൻസെക്ട് പ്രൂഫ് നെറ്റ് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ, അതായത് നല്ല സൂര്യപ്രകാശം, ഏകദേശം 85% സൂര്യപ്രകാശവും ഈ പോളിഹൗസിനകത്ത് കിട്ടും. അതും ചെറിയ സൂര്യപ്രകാശം, നല്ല കാർബൺ ഡൈ ഓക്സൈഡ്, ആവശ്യത്തിന് ജലം, ആവശ്യത്തിന് ആർദ്രത, പിന്നെ ആവശ്യത്തിനുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം, ഇതൊക്കെ കൂടി ചെടികൾക്ക് വളരാനുള്ള ഒരു നല്ല അന്തരീക്ഷം ഈ പോളിഹൗസിനകത്ത് ഉണ്ടാകുകയും വിളവ് 3 മുതൽ 10 ഇരട്ടി വർദ്ധിക്കുകയും ചെയ്യും. ഇനി ഹരിതഗൃഹത്തിന്റെ വിസ്തീർണം ഉയരും ഞാൻ പറഞ്ഞു. വിസ്തീർണം കൂടുന്നതനുസരിച്ചിട്ട് മധ്യഭാഗത്തെ പൊക്കം കൂടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു സെന്റ് സ്ഥലത്തേക്കുള്ള പോളിഹൗസിന് വശങ്ങളിലെ ഉയരം 2.5 മീറ്ററും മധ്യഭാഗത്ത് ഉയരം 4 മീറ്ററും ആയിരിക്കണം. അതേപോലെ 25 സെന്റ് സ്ഥലത്തിന് വശങ്ങളിൽ ഉയരം 4.5 മീറ്ററും മധ്യഭാഗത്തെ ഉയരം 7 മുതൽ 8 മീറ്ററും ആയിരിക്കണം. ഇത് മാത്രമേ അതിനകത്ത് ചൂട് അധികരിക്കാതെ ഇരിക്കുകയുള്ളൂ. പോളിഹൗസിനകത്ത് ശരിയായ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായ വായുസഞ്ചാരം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ചൂട് കൂടുക എന്നുണ്ടെങ്കിൽ സാധാരണ 3 മുതൽ 6 ഡിഗ്രി വരെ പോളിഹൗസിനകത്ത് ചൂട് കൂടാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ചൂട് നിയന്ത്രിക്കാം? നമുക്ക് ഒന്ന് വായുസഞ്ചാരം വഴി, അല്ലെങ്കിൽ തണൽ വെള്ളകൾ വഴി, അല്ലെങ്കിൽ ബാഷ്പീകരണം വഴി നമുക്ക് ഇതിനകത്തുള്ള അധികരിച്ച ചൂട് കുറയ്ക്കുവാൻ സാധിക്കും. സ്വാഭാവിക വായുസഞ്ചാരം വരുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞു, ഇതാണ് നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൗസ്. അപ്പൊ ഈ വശങ്ങളിൽ കൂടിയുള്ള ഇൻസെക്ട് പ്രൂഫ് നെറ്റ് വഴി വായു അകത്ത് കയറുകയും ഈ ചൂടായ വായു നേരെ മുകളിലോട്ട് പൊങ്ങി വെന്റിലേറ്റർ വഴി പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു പരിധിവരെ നമുക്ക് ഇതിനകത്തുള്ള ചൂട് കുറയ്ക്കാൻ പറ്റും. പിന്നെ നിർബന്ധിതമായിട്ട് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ എക്സോസ്റ്റ് ഫാൻ ഘടിപ്പിക്കുകയും എക്സോസ്റ്റ് ഫാനിന്റെ പ്രവർത്തനത്താൽ ചൂട് കുറയുകയും ചെയ്യും.
പക്ഷെ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവിടെ സാന്ദ്രത കുറയാൻ, ഇപ്പോൾ എക്സോസ്റ്റ് ഫാൻ വഴി സാന്ദ്രത കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് തണൽ വലകൾ ഉപയോഗിക്കാം. അതായത് ഉഷ്ണകാലത്ത് ഇതിനകത്തുള്ള ചൂട് വളരെയധികം വർദ്ധിക്കുകയും അപ്പോൾ അത് ചെടികൾക്ക് നാശസംഭവം കാരണമാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തണൽ വലകൾ ഉപയോഗിച്ച്, അതായത് പോളിഹൗസിനകത്ത് തണൽ വലകൾ ഉപയോഗിച്ച് ആ ചൂട് കുറയ്ക്കാൻ സാധിക്കും. പല നിറത്തിലുള്ള തണൽ വലകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ ബാഷ്പീകരണം വഴി നമുക്ക് ചൂട് നിയന്ത്രിക്കാം. അതായത് പറഞ്ഞാൽ സാധാരണ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റം, അതായത് ഒരു പാഡ് ഉണ്ടാവും, ഒരു ഫാൻ ഉണ്ടാവും. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പോളിഹൗസിനകത്തൊന്നും ഈ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റം വേണ്ടി വരില്ല. നാച്ചുറലി മെയിൻറ്റൈൻ പോളിഹൗസിന് വേണ്ടി വരില്ല. അല്ല, എല്ലാ വശവും കവർ ചെയ്ത ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ക്ലൈമറ്റ് കൺട്രോൾഡ് പോളിഹൗസിനകത്താണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ക്ലൈമറ്റ് കൺട്രോൾ പോളിഹൗസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പോളികാർബണേറ്റ് ഷീറ്റും പോളി അക്രിലിക് ഷീറ്റും ഒക്കെ വെച്ചുണ്ടാക്കിയ പോളിഹൗസിനകത്ത് ഇതേപോലെ ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റം വഴി ചൂട് കുറയ്ക്കാം. അപ്പൊ ഈ അറ്റത്ത് ഒരു സൈഡിൽ ഫാൻ ഉണ്ടാവും, മറ്റേ വശത്ത് പാഡ് ഉണ്ടാവും. ഈ പാഡിൽ എപ്പോഴും നനവുണ്ടായിരിക്കും. അപ്പോൾ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്കുള്ളൊരു സെൻസർ വെച്ചിട്ടുണ്ടാവും. ആ സെൻസർ ഒരു പരിധി കഴിഞ്ഞ് ചൂട് കൂടുമ്പോഴത്തേക്കും ഈ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യും. ഈ പാഡിൽ നിന്നുള്ള വെള്ളം അകത്തേക്ക് വഴിയും അത് ബാഷ്പീകരിച്ച് പോളിഹൗസിനകത്തുള്ള ചൂട് കുറയുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറൊരു രീതി എന്ന് പറഞ്ഞാൽ മിസ്റ്റോ അല്ലെങ്കിൽ ഫോഗറോ ഉപയോഗിച്ച് അതിൽ നിന്ന് വരുന്ന ചെറിയ ജലകണങ്ങൾ ബാഷ്പീകരിച്ച് ഈ പോളിഹൗസിനകത്തുള്ള ചൂട് കുറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ നടാനുള്ള മാധ്യമവും പോളിഹൗസിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നിലവിലുപയെ കുറിച്ച് നോക്കാം. നമുക്ക് സാധാരണ പോളിഹൗസ് മണ്ണ് അല്ലെങ്കിൽ മണ്ണില്ല കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റാം, അതിന് നന്നായിട്ട് ഉഴണം. നമുക്ക് ട്രാക്ടറോ ടില്ലറൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഉഴാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണിന്റെ pH ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ pH ഒക്കെ നോക്കണം. pH മാത്രമല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോക്കണം. സാധാരണ പോളിഹൗസിനകത്തുള്ള ഒരു pH തോതെന്ന് പറഞ്ഞാൽ, അതായത് ക്ഷാര അമ്ല തോത് 5.5 തൊട്ട് 6.8 ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് ലവണാംശവും 0.4 മുതൽ 1.4 ഡെസിസിമീറ്റർ ആയിരിക്കണം. മണ്ണിന്റെ pH ഒക്കെ ആദ്യം നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം മണ്ണിനകത്ത് ചാണകപ്പൊടി, അതായത് 3 ഭാഗം ചാണകപ്പൊടി, 2 ഭാഗം മണ്ട കമ്പോസ്റ്റ്, 1 ഭാഗം ചകിരിച്ചോറ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 20 തൊട്ട് 40 സെന്റിമീറ്റർ പൊക്കമുള്ള വാരങ്ങൾ, 1 മീറ്റർ വീതിയുള്ള വാരങ്ങൾ ഉണ്ടാക്കുക. ചെടികൾ തമ്മിലും വരികൾ തമ്മിലുള്ള അകലമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വാരങ്ങൾ ഉണ്ടാക്കുന്നത്. വിത്തിൽ നോക്കുമ്പോൾ ഉൽപാദനക്ഷമത കൂടിയ രോഗവിമുക്തമായ തൈകളോ അല്ലെങ്കിൽ വിത്തുകൾ വേണം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കേണ്ടത്. റോട്ടറിയിൽ ചെടികൾ നല്ല നേരത്തെ തന്നെ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ പോളിഹൗസ് വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ പോളിഹൗസ് റെഡിയാകുമ്പോൾ തന്നെ, അതിനകത്തുള്ള മണ്ണ് റെഡിയാകുമ്പോൾ തന്നെ നമുക്ക് അത് മാറ്റി ഇതിനകത്തേക്ക് നടാൻ സാധിക്കും. മണ്ണ് ഒരുക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചാണകം കൊടുക്കണം 40 ടണ്ണ് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക്. അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് ചാണകപ്പൊടി, കോഴിക്കാരം, ആട്ടിൻകാഷ്ടം, ജൈവ സ്ലറി, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പിണ്ണാക്ക്, ഉമി എന്ന് പറഞ്ഞാൽ നിയമാവരികൾ വരാതിരിക്കാൻ, ഇതൊക്കെ ചേർത്ത് വേണം നമ്മൾ മണ്ണൊരുക്കാനായിട്ട്. അപ്പോൾ ഈ ജൈവവളത്തിന്റെ കൂടെ 10 ഗ്രാം PGPR മിക്സ് വണ്ണോ അല്ലെങ്കിൽ 10 ഗ്രാം ട്രൈക്കോഡെർമയോ ചേർത്ത് 15 ദിവസം തണലത്ത് സൂക്ഷിച്ച് സമ്പുഷ്ടീകരിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. അത് കൂടാതെ നമ്മൾ ചെടികൾ വളർന്നു വരുമ്പോൾ നമുക്ക് ജൈവവളങ്ങൾ, അതായത് ദ്രാവരൂപത്തിലുള്ള ജൈവവളങ്ങളായ, അതായത് ബയോഗ്യാസ് സ്ലറിയോ അല്ലെങ്കിൽ മീൻ ശർക്കര മിശ്രിതം, മുട്ട ശർക്കര മിശ്രിതം, ജീവാമൃതം, ഗോമൂത്രം, വെർമി വാഷ്, മണ്ണിര സത്ത്, പഞ്ചഗവ്യം, വളച്ചായ എന്നിവയൊക്കെ 2 ആഴ്ച കൂടുന്തോറും ചെടികൾക്ക് തളിച്ചു കൊടുത്താൽ വിളവ് വർദ്ധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഇതൊക്കെ നല്ല വളർച്ചാ തുരകങ്ങളാണ്. അത് പോരാഞ്ഞിട്ട് നമ്മൾ ജീവാണുവളങ്ങളായ അസറ്റോബാക്ടർ, PGPR മിക്സ് 1, അസോസ്പൈറലം, മൈക്കോറൈസ, പയറുവർഗ്ഗവിളകളിലെ റൈസോബിയം, പിന്നെ ഫോസ്ഫോബാക്ടീരിയ, ഇതൊക്കെ കൃഷിയിൽ ഉപയോഗിക്കണം. കൂടാതെ ജീവാണുക്കൾ ഉപയോഗിച്ച് നമുക്ക് രോഗകീട നിയന്ത്രണം വരുത്താൻ സാധിക്കും. അതായത് ട്രൈക്കോഡർമ, അതായത് മിത്രകുമിളായ ട്രൈക്കോഡർമ, മിത്ര ബാക്ടീരിയ, സ്യൂഡോമോണാസ്, പിന്നെ കീടങ്ങൾ നശിപ്പിക്കുന്നതായ ലെക്കാനിസിനി, ലിക്കാനി, ബിവേറിയ ബാസിയാന, മെറ്റാറിസാനിസോപ്പിലെയൊക്കെ വേണ്ട തോതിൽ കൊടുത്ത് നമുക്ക് രോഗകീട നിയന്ത്രണം വരുത്തുവാൻ സാധിക്കും. കൂടാതെ കീടങ്ങൾ നമുക്ക് ജൈവിക രീതിയിൽ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് വേപ്പിൻ കുരുസത്തോ, വേപ്പെണ്ണ മിഷൻ, ആവണക്കുകൾ മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക്, പുകയില കഷായം, നാറ്റപ്പൂച്ചെടി മിഷൻ, കിരിയാത്ത മിഷൻ, ഗോമൂത്രം, കാന്താരി മിശ്രിതം, വിവരം കെണികൾ, അതായത് മഞ്ഞക്കെണി, നീലക്കെണി എന്നിവ, പിന്നെ ട്രാപ്പ് ക്രോപ്പിംഗ്, കൂടാതെ ഫെറമോൺ കെണി, ഇവയൊക്കെ നമ്മൾ പോളിഹൗസിനകത്ത് ഇതിലേതെങ്കിലുമൊക്കെ പോളിഹൗസിനകത്ത് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനകത്ത് കയറിയിട്ടുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. സാധാരണ പോളിഹൗസിനകത്ത് കീടങ്ങൾ പറയാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതിനായിട്ടുള്ള എനിമീസ്, നാച്ചുറൽ എനിമീസ് ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് പെറ്റ് പെരുകി വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കെണികളുടെയും ഈ ജൈവമാർഗങ്ങൾ വഴിയൊക്കെ നമുക്ക് ഒരു പരിധി വരെ കീടങ്ങളെ പോളിഹൗസിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ ഇതിലും മാറില്ല എന്നുണ്ടെങ്കിൽ വേണം നമ്മൾ രാസകീടനാശിനിയിലേക്ക് പോകേണ്ടത്.
ഇനി നമുക്ക് ഞാൻ പറഞ്ഞു പോളിഹൗസിന്റെ ഷീറ്റുള്ള പുതയിടൽ വളരെ പ്രാധാന്യം വഹിക്കുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ബാഷ്പീകരണം കുറയ്ക്കും, ഇതിനകത്തുള്ള മണ്ണിലുള്ള ഈർപ്പ് നിലനിർത്തും, കളകൾ വളരത്തില്ല, ഇതിനകത്തുള്ള ഊഷ്മം നിലനിർത്തും. അങ്ങനെ ധാരാളം ഒട്ടനവധി ഗുണങ്ങൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പുതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഈ ചിത്രകീടം, സർപ്പന്റൈൻ ലീഫ് മൈൻ, അത് അതിന്റെ പ്യൂപ്പയൊക്കെ കാണുന്നത് മണ്ണിനകത്താണ്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പുത വഴി നമുക്ക് ഒരു പരിധി വരെ ആ കീടങ്ങളുടെ ആക്രമണത്തെ ചെറുക്കുവാൻ സാധിക്കും. പല നിറത്തിലുള്ള ഷീറ്റുകൾ ഇന്ന് ലഭ്യമാണ്. സാധാരണ ഉപയോഗിക്കുന്നത് ഒരു വശം കറുപ്പും ഒരു വശം സിൽവർ കളറുള്ളതാണ്. പുറത്ത് സിൽവർ കളറും അകത്ത് കറുത്ത നിറമുള്ള ഷീറ്റുമാണ് സാധാരണയായിട്ട് നമ്മൾ പോളിഹൗസിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ചെടികളുടെ അല്ലെങ്കിൽ വിളകളുടെ തമ്മിലുള്ള അല്ലെങ്കിൽ വരികൾ തമ്മിലുള്ള അകലം നോക്കിയിട്ടാണ് ഇങ്ങനെ അകത്ത് സൂക്ഷ്മങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രോട്ടറിൽ തയ്യാറാക്കി വെച്ച ആരോഗ്യമുള്ള തൈകൾ ഇതിനകത്തേക്ക് മാറ്റി നടുകയും വേണം. ഇനി നമുക്ക് പ്രോട്ടറിയിൽ എങ്ങനെ തൈകൾ ഉത്പാദിപ്പിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ 3 ഭാഗം ചകിരിച്ചോറ് കമ്പോസ്റ്റ്, 1 ഭാഗം വെർമിക്കുലേറ്റ്, 1 ഭാഗം പെർലൈറ്റ് എന്നിവ ചേർത്ത് നല്ലൊരു ഗ്രോയിങ് മീഡിയം ഉണ്ടാക്കുക. ഇതിന് ചകിരിച്ചോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ജലം വാർന്നു പോകാൻ സഹായിക്കും, വായു സഞ്ചാരം ഉണ്ടായിരിക്കും, അപ്പോൾ ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. വെർമിക്കുലേറ്റ് ആണെങ്കിൽ അതിനകത്ത് മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്ന ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. പെർലൈറ്റിലാണെങ്കിൽ നീർവാർച്ചയും വായു സഞ്ചാരവും സാധ്യമാക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ 3 ഭാഗം ചകിരിച്ചോറ് കമ്പോസ്റ്റ്, 1 ഭാഗം വീതം വെർമിക്കുലേറ്റും പെർലൈറ്റും മിശ്രിതം വേണം നമ്മൾ പോട്ടറിയിൽ നിറച്ചിട്ട് അതിനകത്ത് ഓരോ വിത്ത് നടേണ്ടത്. അപ്പോൾ ഈ വെർമിക്കുലേറ്റും പെർലൈറ്റും ഇല്ലെങ്കിൽ പോലും നമുക്ക് മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറ് കമ്പോസ്റ്റും തുല്യ അനുപാതത്തിലെടുത്തിട്ട് ഈ പോട്ടിക് മിശ്രിതം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മാത്രം നമ്മൾ വിത്ത് പാകുന്നതിന് മുമ്പ് അതിനെ 10 ഗ്രാം സ്യൂഡോമോണാസ് അല്ലെങ്കിൽ 10 ഗ്രാം PGPR മിക്സ് 1 കിലോ വിത്തിന് പുരട്ടി ഒരു 15 മിനിറ്റ് തണലത്ത് ഉണക്കിയിട്ട് വേണം നടേണ്ടത്. ഇങ്ങനെ നടുമ്പോഴത്തേക്കും നല്ല ആരോഗ്യമുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ആരോഗ്യമുള്ള തൈകൾ വേണം നമ്മൾ പോളിഹൗസിലേക്ക് മാറ്റി നടാനായിട്ട്. ഇനി മണ്ണില്ലാത്ത കൃഷിയുണ്ട്. അതായത് കൊക്കോപീറ്റ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ഉമി, കല്ലുകൾ എന്നിവ ചേർത്ത് നമുക്ക് മണ്ണില്ലാതെയും ഒരു ഗ്രോയിങ് മീഡിയം ഉണ്ടാക്കും. അതിനകത്ത് നമുക്ക് ചെടികൾ പറിച്ചു നടാവുന്നതാണ്. ഇനി വിത്തും വിളപരിപാലനവും ഞാൻ പറഞ്ഞു വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതായത് നമ്മൾ പോളിഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്ത് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. കാര്യം പോളിഹൗസിനകത്ത് ചെടികൾ വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്ത് തന്നെ വേണം, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. അതിനകത്തുള്ള അന്തരീക്ഷം ഈ ചെടികൾക്ക് നന്നായി വളരാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈ യീൽഡിങ് വെറൈറ്റീസ് തന്നെ തിരഞ്ഞെടുക്കണം. ധാരാളം ഇനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ വിള എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ പോളിഹൗസിനകത്ത് ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഒക്കെ അടിച്ച് നമുക്കകത്ത് ഇൻസെക്റ്റിനെ കയറ്റുന്നില്ല. അപ്പോൾ സെൽഫ് പോളിനേറ്റ്, അതായത് സ്വയം പരാഗണവും പരപരാഗണവും ചെടികൾ നടക്കാറുണ്ട്. അപ്പോൾ സ്വയം പരാഗണമുള്ള ചെടികളാണ് പോളിഹൗസിനകത്ത് വളർത്താൻ നല്ലത്. കാരണം കീടങ്ങളുടെ സഹായത്തിൽ നടക്കുന്ന പോളിനേഷൻ അതിനകത്ത് നടക്കില്ല. അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് പോളിനേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് വൈബ്രേറ്ററൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ പോളിനേഷൻ നടത്താം. അതിലിപ്പോൾ ബമ്പിൾ ബീയും വെച്ച് ആളുകൾ പോളിനേഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ബമ്പിൾ ബീയും ഇതിനകത്ത് വളർത്തി പോളിനേഷൻ നടത്തുന്ന രീതി ഇപ്പോൾ ആളുകൾ ചെയ്തു വരുന്നുണ്ട്. വെള്ളരി വിളയായ സാലഡ് കുക്കുമ്പർ പാർത്തനോകാർപ്പസ് ഫ്രൂട്ട് ഉള്ളതാണ്. അപ്പോൾ അതിനവിടെ പോളിനേഷന്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാലഡ് കുക്കുമ്പർ നടാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലംബമായിട്ട് വളർത്താൻ പറ്റുന്ന തക്കാളി, സാലഡ്, വെള്ളരി, പയറ്, ക്യാപ്സിക്കം ഒക്കെ വളർത്തുന്ന വഴി നമുക്ക് അതിനെ വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല അപ്പോൾ അത് ലംബമായിട്ടാണ് വളർത്തുന്നത്. പക്ഷെ വെണ്ട, വഴുതന, ബീൻസ്, ക്യാരറ്റ്, പാലക്ക്, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ ഉള്ളങ്കിയും ലെറ്റ്യൂസും ഒക്കെ അതിനകത്ത് നന്നായി വളർത്താൻ പറ്റുന്നതാണ്. പക്ഷെ ലംബമായി വളരുന്ന ചെടികൾ തന്നെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് കൂടുതൽ നമുക്ക് വിളവ് ലഭിക്കും. അത് മാത്രമല്ല പൂച്ചെടികളായ റോസ്, ലില്ലി, ജർബറ, ഓർക്കിഡ്, ആന്തൂര്യം, ക്രൈസാന്തിമം ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പോളിഹൗസിനകത്ത് വളർത്താൻ പറ്റും. നല്ല പൂക്കളുടെ എണ്ണം വർദ്ധിക്കും. നല്ല ഭംഗിയുള്ള ചെടികൾ നമുക്ക് അല്ലെങ്കിൽ പൂക്കൾ നമുക്ക് പോളിഹൗസിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നമുക്ക് അതിനകത്ത് സ്യൂഡോമോണാസ് ഓർ PGPR മിക്സ് ഒന്ന് ഇനോക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോൾട്രേക്കകത്ത് നിൽക്കുമ്പോഴും ചെടികൾക്ക് വളപ്രയോഗം നടത്താവുന്നതാണ്. അതായത് PPM കോൺസെൻട്രേഷനാണ്. PPM എന്ന് പറഞ്ഞാൽ 1 മില്ലിഗ്രാം 1 ലിറ്റർ വെള്ളത്തിനാണ് 1 PPM എന്ന് പറയുന്നത്. അപ്പോൾ തക്കാളിയിലൊക്കെ 50 മുതൽ 200 PPM വരെയുള്ള ഓൾ 19 19 എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫെർട്ടിലൈസർ അതിനെ നമുക്ക് ഒരു 5-6 തവണ ഒരു 4-5 ദിവസത്തിന്റെ ഇടവേളയിൽ നൽകുക. അതുപോലെ തന്നെയാണ് ക്യാപ്സിക്കവും, കോളിഫ്ലവറും, സാലഡ് വെള്ളരിയും ഒക്കെ. സാലഡ് വെള്ളരിയുടെ എനിക്ക് ഒരു 2-3 തവണ കൊടുത്താൽ മതിയാവും. കാര്യം അതിന്റെ തൈകൾ വളരെ പെട്ടെന്ന് നമുക്ക് പറിച്ചാൻ പറ്റുന്നതുകൊണ്ട് 2-3 തവണ ഒരു 5-6 ദിവസത്തിന്റെ ഇടവേളയിൽ സാലഡ് വെള്ളരിയിൽ 100 തൊട്ട് 150 PPM ഓൾ 19 എന്ന വളം 5 മുതൽ 7 ദിവസം ഇടവിട്ട്, അതായത് ഒരാഴ്ച ഇടവിട്ട് 2-3 തവണ തളിച്ചു കൊടുക്കുന്നത് നമുക്ക് ആരോഗ്യമുള്ള
ശക്തിയുള്ള തൈകൾ കിട്ടുവാൻ സഹായിക്കും. നമുക്ക് ഈ ഫെർട്ടിഗേഷന്റെ കാര്യം പറഞ്ഞു, വളത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ വെള്ളത്തോടൊപ്പം തന്നെ വളം നൽകുന്ന രീതിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഈ മിശ്രിത വളങ്ങളൊക്കെ നന്നായിട്ട്, അതായത് വെള്ളത്തിൽ പൂർണ്ണമായി അലിയുന്ന വളങ്ങൾ വേണം നമ്മൾ ഈ ഫെർട്ടിഗേഷൻ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഈ സൂപ്പർ ഫോസ്ഫേറ്റ്, രാജ്ഫോസ് തുടങ്ങിയ വളങ്ങളൊന്നും നമുക്ക് ഫെർട്ടിഗേഷൻ വഴി കൊടുക്കാൻ സാധിക്കില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ അലിയാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് ഫെർട്ടിഗേഷൻ കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ ഈ രാജ്ഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ് വളങ്ങളൊക്കെ നമ്മൾ അടിവളമായിട്ട് തന്നെ മണ്ണിൽ നൽകേണ്ടതായിട്ടുണ്ട്. അമോണിയം നൈട്രേറ്റ്, കാൽസ്യം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, യൂറിയ തുടങ്ങിയ മോണോമോണിയം ഫോസ്ഫേറ്റ് തുടങ്ങിയ വളങ്ങളൊക്കെ മിക്സഡ് ഫെർട്ടിലൈസർ, അതായത് മിശ്രിത വളങ്ങളൊക്കെ നമുക്ക് ഫെർട്ടിഗേഷൻ വഴി ചെടികൾക്ക് നൽകാം. ഇനി നമുക്ക് ഓരോ വിളകളെ കുറിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ലംബമായി വളരുന്ന ചെടികളാണ് പോളിയോസിനെ ഏറ്റവും ഉത്തമമായി കാണുന്നത്. മറ്റു ചെടികളും വളരും, പക്ഷെ ഇതിന് ഞാൻ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരുന്നു, ലംബമായി വളരുന്നതുകൊണ്ട് എല്ലാ ഇലകളിലും സൂര്യപ്രകാശം ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഈ തക്കാളിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, തക്കാളിക്ക് ഇടം ചൂടുള്ള കാലാവസ്ഥയാണ് അനുയോജ്യം. രാത്രി കാലങ്ങളിൽ താപനില വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് രാത്രി ഒരു 18 തൊട്ട് 22 ഡിഗ്രി സെൽഷ്യസും പകല് ഒരു 32 ഡിഗ്രി സെൽഷ്യസും ആവുന്നതാണ് തക്കാളി കൃഷിക്ക് നല്ലത്. അപ്പൊ ഈ ടെമ്പറേച്ചർ കൂടുകയാണ്, ഈ താപനില കൂടുക എന്നുണ്ടെങ്കിൽ കായ്പിടുത്തം കുറവായിട്ടാണ് കണ്ടുവരുന്നത്. നല്ല നീർവാർച്ചയുള്ള pH മൂല്യം 5.5 തൊട്ട് 6.8 വരെയുള്ള മണ്ണാണ് തക്കാളി കൃഷിക്ക് നല്ലത്. നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. രൂപാലി, വൈശാലി, നവീൻ, അർക്ക വരദാന, അർക്ക വിശാൽ തുടങ്ങിയ ഇനങ്ങൾ പോളി ഹൗസിലേക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു 40 സെന്റിമീറ്റർ പൊക്കമുള്ള വാരങ്ങൾ ഉണ്ടാക്കുക. അതിനകത്ത് ചെടികൾ തമ്മിൽ ഒരു 50 സെന്റിമീറ്ററും വരികൾ തമ്മിൽ 60 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ നമുക്ക് 2 വരി തക്കാളികൾ നടാൻ പറ്റും. 2 വാരങ്ങൾ തമ്മിൽ ഏകദേശം 70 സെന്റിമീറ്റർ അകലം കൊടുക്കുക നല്ലത്. അതുമാത്രമല്ല, വളപ്രയോഗം നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയുള്ള ഒരു വളപ്രയോഗ രീതി എന്ന് പറയുമ്പോൾ 75 കിലോഗ്രാം നൈട്രജൻ, 4 കിലോഗ്രാം ഫോസ്ഫറസ്, ഒരു 25 കിലോഗ്രാം പൊട്ടാഷ് ആണ് സാധാരണ രീതിയിലുള്ള തക്കാളിയുടെ വളപ്രയോഗം. പക്ഷേ പോളിയോസിനെ നോക്കി ഏകദേശം 280 കിലോഗ്രാം നൈട്രജൻ, 130 കിലോഗ്രാം ഫോസ്ഫറസും 380 കിലോഗ്രാം പൊട്ടാഷും ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് വേണ്ടി വരും. അത് മാത്രമല്ല, സാധാരണ കൃഷിക്ക് ആദ്യം അടിവെള്ളം കൊടുക്കും, പിന്നെ 1 മാസം കഴിഞ്ഞ് പിന്നെ 1-2 തവണകളായിട്ടാണ് വളപ്രയോഗം നടത്തുന്നത്. പക്ഷെ ഇതിനകത്താണെങ്കിൽ ഒരു 120 ദിവസം പ്രായമുള്ള, അതായത് 4 മാസം ദൈർഘ്യമുള്ള ഒരു വിളയ്ക്ക് ഇത് 3 ദിവസം ഇടവിട്ട് 40 തവണകളായിട്ട് ഈ പറഞ്ഞ വളം പോളിഹൗസിനകത്തുള്ള തക്കാളിക്ക് നൽകും. അപ്പൊ ഇതിന്റെ ഒരു ശരിക്കുള്ള ഒരു വളപ്രയോഗം നോക്കില്ല, ഒരു 5 സെന്റ് സ്ഥലത്തെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. മിശ്രിത വളമായ All-19 ഇതിനകത്ത് 19% നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാഷ്യം ഉണ്ട്. ഇത് ഏകദേശം അടിവളമായിട്ട് നമുക്ക് രാജ്ഫോസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. 1.3 കിലോഗ്രാം രാജ്ഫോസ് ഒരു 5 സെന്റ് സ്ഥലത്തേക്ക് നൽകുക. അത് മണ്ണൊരുക്കുമ്പോൾ തന്നെ നൽകുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 ദിവസം ഇടവിട്ട് ഈ പറഞ്ഞ All-19, പൊട്ടാസ്യം നൈട്രേറ്റ്, യൂറിയ, മോണോമോണിയം ഫോസ്ഫേറ്റ് എന്നിവ 3 മുതൽ 18 ദിവസം വരെ അത് കൊടുക്കുന്ന കണക്കാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 170 ഗ്രാം All-19, 90 ഗ്രാം അമോണിയം നൈട്രേറ്റ്, 170 ഗ്രാം യൂറിയ 3 ദിവസം ഇടവിട്ട് 18 ദിവസം വരെ 6 തവണകളായിട്ട് നൽകണം. അതായത് എന്നിട്ട് 21 ദിവസം മുതൽ 120 ദിവസം വരെ ഒരു 90 ഗ്രാം All-19, ഒരു 300 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 90 ഗ്രാം യൂറിയ, 30 ഗ്രാം മോണോമോണിയം ഫോസ്ഫേറ്റ്, ഇത് 3 ദിവസം ഇടവിട്ട് ഈ തോത് 21 ദിവസം മുതൽ 120 ദിവസം നൽകുക. പിന്നെ 120 ദിവസം തൊട്ട് 150 ദിവസം വരെ 350 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റും 90 ഗ്രാം യൂറിയയും ഇതേപോലെ തന്നെ 3 ദിവസം ഇടവിട്ട് ചെടികൾക്ക് നൽകണം. അപ്പൊ ഈ തക്കാളിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ബ്ലോസം എൻട്രോട്ട് എന്നൊരു ഒരു അഭാവം പോലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഈ കായുടെ അറ്റഭാഗത്ത് തന്നെ കറുത്ത വട്ടത്തിലായിട്ട് വരുന്നത് കാണാം, കറുത്ത വട്ടത്തിലുള്ള നിറം കാണാൻ പറ്റും. അപ്പൊ ഇത് കാൽസ്യത്തിന്റെ അഭാവം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇത് മാറ്റാനായിട്ട് 1.5 മാസം കഴിഞ്ഞ് 40 ദിവസം കഴിയുമ്പോൾ പോളിയർ ഫെർട്ടിലൈസർ ആയിട്ട് 3 ഗ്രാം കാൽസ്യം നൈട്രേറ്റ് 1 ലിറ്റർ എടുത്ത് കലക്കിയത് 15 ദിവസം ഇടവിട്ട് 40 ദിവസം കഴിയുമ്പോൾ ചെടികൾക്ക് നൽകാവുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും കാൽസ്യത്തിന്റെ അഭാവം ഇല്ലാതാവുകയും ഈ പറഞ്ഞ ബ്ലോസം എൻട്രോട്ട് എന്ന പോഷക കുറവുണ്ടാവുന്ന ഒരു പ്രശ്നം ഇല്ലാതാവുകയും ചെയ്യും. ഇനി സലാഡ് വെള്ളരി, എല്ലാവരും വളരെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ചെടിയാണ് സലാഡ് വെള്ളരി. ഇതിന്റെ കാലാവസ്ഥ പറയുമ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും പറ്റിയതാണ്. കേരളത്തിലുള്ളതുപോലെ ഉയർന്ന തോതിലുള്ള വെളിച്ചം, ആർദ്രത, മണ്ണിന്റെ ഈർപ്പം, ഊഷ്മാവ് എന്നിവയൊക്കെ വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് രാത്രി താപനില 18 ഡിഗ്രി മുതൽ 20 ഡിഗ്രി ആയിരിക്കണം. പകൽ താപനില 29-30 ഡിഗ്രി വരെ ആവുന്നതാണ് ഇതിന്റെ വളർച്ചയ്ക്ക് നല്ലത്. pH നേരത്തെ പറഞ്ഞതുപോലെ 5.5 തൊട്ട് 6.8 വരെ ആയിരിക്കണം. ധാരാളം ഇനങ്ങളുണ്ട്. അതായത് അലമിർ, കിരൺ, നാൻ, 9729, 3010, ഹിൽട്ടൺ എന്ന ഇനങ്ങളും കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KPCH1, അതായത് പോളിഹൗസിന് പ്രത്യേകിച്ചുള്ള ഒരു ഇനമാണ് KPCH1. ഇത് 100 മീറ്റർ സ്ക്വയറിന് 1 ടൺ വിളവ് വരെ ലഭിക്കും. അത് മാത്രമല്ല ഡൗണി മൈൽഡ്യൂ എന്ന രോഗം ഇതിനകത്ത് വരില്ല. അങ്ങനെ വളരെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണ് KPCH1. അതുപോലെ തന്നെ ഹരിത് ശുഭ്ര എന്ന മഴമറയ്ക്ക് പറ്റിയ ഇനങ്ങളും കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ ഹൈടെക് കൃഷി രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്.
പിന്നെ ഫെർട്ടിഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 125 കിലോഗ്രാം നൈട്രജൻ, 125 കിലോഗ്രാം ഫോസ്ഫറസ്, 300 കിലോഗ്രാം പൊട്ടാഷ് എന്നിവ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് കൊടുക്കണം. ഇതും 3 ദിവസത്തിൽ ഒരിക്കൽ എന്ന തോതിൽ 30 തവണയായിട്ട് നൽകണം. അതിന്റെയും തോത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു 5 സെന്റ് സ്ഥലത്തേക്ക് അടിവളമായിട്ട് ഒരു 1.25 കിലോ രാജ്ഫോസ് കൊടുക്കുക. അതുകൂടാതെ 3 ദിവസം മുതൽ 18 ദിവസം വരെ 220 ഗ്രാം ഓൾ-90, 190 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, ഒരു 160 ഗ്രാം യൂറിയ, ഒരു 10 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ്. അത് കഴിഞ്ഞിട്ട് 21 ദിവസം മുതൽ 100 ദിവസം വരെ 110 ഗ്രാം ഓൾ-90, 400 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 70 ഗ്രാം യൂറിയ, 30 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ് നൽകുകയാണെങ്കിൽ നല്ല വിളവ് നമുക്ക് ഈ ചെടിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ക്യാപ്സിക്കം. ഇതും നല്ല പടർന്നു വരുന്ന, അതായത് ലംബമായി വളരുന്ന ഒരു ചെടിയാണ്. പലതരത്തിലുള്ള കായ്കളും ഇന്ന് ലഭ്യമാണെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ പച്ച നിറത്തിലുള്ള കായാണ്. ഇതിന്റെ കാലാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും രാത്രിത്തെ താപനില 18 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല ഗുണമേന്മയുള്ള കായ്കൾ നമുക്ക് ലഭിക്കും. നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. ഇതിനും ഓറോബെല്ല, ഇന്ദിര, ഹീര, പൂസ, ദീപ്തി, കാലിഫോർണിയ വണ്ടർ തുടങ്ങിയ ധാരാളം ഇനങ്ങൾ ഇത് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. അതിന്റെ വളപ്രയോഗം നോക്കുകയാണെങ്കിൽ 210 കിലോഗ്രാം നൈട്രജൻ, 42 കിലോഗ്രാം ഫോസ്ഫറസ്, 270 കിലോഗ്രാം പൊട്ടാഷ് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് കൊടുക്കണം. ഇതും 40 തവണയായിട്ട് 3 ദിവസത്തിൽ ഒരിക്കൽ വീതം ചെടികൾക്ക് നൽകേണ്ടതാണ്. അതിന്റെ പ്രയോഗം ഞാൻ കൊടുത്തിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്തേക്ക് ഏകദേശം 50 ഗ്രാം രാജ്ഫോസ് മതിയാവും. കൂടാതെ ഓൾ-90 60 ഗ്രാം, മോണോഅമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, പൊട്ടാസ്യം നൈട്രേറ്റ് 80 ഗ്രാം, യൂറിയ 200 ഗ്രാം. ഇത് 3 ദിവസം മുതൽ 18 ദിവസം വരെ 3 ദിവസം ഇടവിട്ട് നൽകുക. അതുപോലെ 21 ദിവസം മുതൽ 100 ദിവസം വരെ 30 ഗ്രാം ഓൾ-90, 290 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 70 ഗ്രാം യൂറിയ, 10 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ് ഇത്രയും നൽകണം. വെണ്ടയും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് പോളിയോസിൽ മാത്രമല്ല, നമ്മുടെ റെയിൻ ഷട്ടിൽ നന്നായി വളരുന്ന ഒരു ചെടിയാണ്. ഗ്രീൻ ലേഡി എന്നുള്ള ഇനങ്ങളൊക്കെ ഇന്ന് ലഭ്യമാണ്. അതിന്റെ വളപ്രയോഗം നോക്കുകയാണെങ്കിൽ 90 ഗ്രാം നൈട്രജൻ, 37 കിലോഗ്രാം ഫോസ്ഫറസ്, 135 കിലോഗ്രാം പൊട്ടാഷ് കുറച്ചധികം വേണം ഒരു ഹെക്ടർ സ്ഥലത്തേക്ക്. ഇതും 3 ദിവസത്തിൽ ഒരു തവണ എന്ന തോതിൽ 30 തവണ നൽകേണ്ടിയിരിക്കുന്നു. അതിന്റെ വളപ്രയോഗം നോക്കുകയാണെങ്കിൽ ഓൾ-90, അതായത് 19 എന്നുള്ള ഫെർട്ടിലൈസർ 60 ഗ്രാം, 80 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ്, 200 ഗ്രാം യൂറിയ 3 ദിവസം മുതൽ 18 ദിവസം നൽകുക, 3 ദിവസം ഇടവിട്ട്. അതുപോലെ തന്നെ 21 ദിവസം മുതൽ 100 ദിവസം വരെ 30 ഗ്രാം ഓൾ-90, 290 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 70 ഗ്രാം യൂറിയ, 10 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ് ഇത് നൽകുന്നത് ഈ വെണ്ട എന്ന് നന്നായി കായ് പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. വള്ളിപ്പയറ് പൊതുവെ ഉയർന്ന വെളിച്ചം, ആർദ്രത, മണ്ണിന്റെ ഈർപ്പം, ഊഷ്മം എന്നിവയൊക്കെ വേണ്ട ഒരു വിളയാണ്. അപ്പൊ നല്ല നീർവാർച്ചയുള്ള pH 5.5 തൊട്ട് 6.8 വരെയുള്ള ഒരു pH റേഞ്ചുള്ള മണ്ണാണ് ഈ വള്ളിപ്പയറിന്റെ വളർച്ചയ്ക്ക് ഉത്തമം. ഇതിനും ചെടികൾ തമ്മിൽ 50 സെന്റിമീറ്ററും വരികൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലത്തില് ഒരു വരമ്പില് 2 റോ ആയിട്ട് വളർത്താവുന്നതാണ്. ഇവിടുത്തെ ഒരു വളപ്രയോഗം നോക്കുമ്പോൾ 175 കിലോഗ്രാം നൈട്രജൻ, 105 കിലോഗ്രാം ഫോസ്ഫറസ്, 310 കിലോഗ്രാം പൊട്ടാഷ് ഇത് 3 ദിവസത്തിൽ ഒരിക്കൽ വെച്ച് 40 തവണ ചെടികൾക്ക് നൽകേണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. 140 ഗ്രാം ഓൾ-90, 160 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 130 ഗ്രാം യൂറിയ നട്ട് 3 ദിവസം മുതൽ 18 ദിവസം വരെ 3 ദിവസം ഇടവിട്ട് നൽകുക. അതേപോലെ തന്നെ 10 ഗ്രാം ഓൾ-90, 150 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 30 ഗ്രാം യൂറിയ, 20 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ് നട്ട് 21 ദിവസം മുതൽ 120 ദിവസം വരെ 3 ദിവസം ഇടവിട്ട് നൽകുക. 120 ദിവസം മുതൽ 150 ദിവസം വരെ 10 ഗ്രാം ഓൾ-90, 320 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 150 ഗ്രാം യൂറിയ, 20 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ് ഇത്രയും വളം കൊടുക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വിളവ് ഈ ചെടിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പാവൽ, പടവൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സെൽഫ് പോളിനേറ്റഡ് ക്രോപ്പാണ്. നമ്മൾ കൈകൊണ്ട് അല്ലെങ്കിൽ വൈബ്രേറ്റർ ഉപയോഗിച്ച് പോളിനേഷൻ നടത്തിയാൽ മാത്രമേ ഇതിനകത്ത് കായ്ഫലം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇതിങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നല്ല കായ്ഫലം പോളിഹൗസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുമ്പോഴത്തേക്കും 480 ഗ്രാം, അതായത് ഏകദേശം 1/2 കിലോ രാജ്ഫോസ് നടുമ്പോൾ തന്നെ മണ്ണിൽ കൊടുക്കുക 5 സെന്റ് സ്ഥലത്തേക്ക്. വീണ്ടും 580 ഗ്രാം ഓൾ-90, 100 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 120 ഗ്രാം യൂറിയ നട്ട് 3 ദിവസം മുതൽ 18 ദിവസം വരെ 3 ദിവസം ഇടവിട്ട് നൽകുക. അതേപോലെ തന്നെ 50 ഗ്രാം ഓൾ-90, 230 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, 90 ഗ്രാം യൂറിയ, 20 ഗ്രാം മോണോഅമോണിയം ഫോസ്ഫേറ്റ് നട്ട് 21 ദിവസം മുതൽ 100 ദിവസം വരെ 3 ദിവസം ഇടവിട്ട് ചെടികൾക്ക് നൽകുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് നല്ല കായ്ഫലം ലഭിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു സൂക്ഷ്മ ജലസേചനവും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ഹൈടെക് കൃഷിയിൽ. അപ്പൊ പ്രധാനപ്പെട്ട സൂക്ഷ്മ ജലസേചന രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രിപ്പ് ഇറിഗേഷൻ, കണിക ജലസേനം, അത് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്, സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. അതായത് മണ്ണിന് മുകളിൽ കൂടിയും മണ്ണിൽ ഒരു നിശ്ചിത ആഴത്തിൽ നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ബബ്ലർ ഇറിഗേഷൻ ഉണ്ട്, മൈക്രോ സ്പ്രിംഗ്ലർ ഉണ്ട്, മിസ്റ്റർ ഉണ്ട്, ഫോഗർ ഉണ്ട്. കണിക ജലസേനം എന്ന് പറയുമ്പോഴത്തേക്കും ജലത്തെ വ്യത്യസ്ത വ്യാസത്തിലുള്ള പൈപ്പുകളിൽ കൂടി കൊണ്ടുവന്ന് കുറഞ്ഞ മർദ്ദത്തിൽ ഡ്രിപ്പറുകൾ അല്ലെങ്കിൽ എമിറ്ററുടെ സഹായത്തോടെ ചെടികളുടെ വേരൊരു പടലത്തിൽ എത്തിക്കുന്ന രീതിയാണ്
അപ്പൊ ഇതിനകത്ത് തുള്ളി തുള്ളിയായിട്ടോ ചെറിയ നേർത്ത ധാരയായിട്ടോ ജലം വേരുപടത്തിലെത്തും. ഇതുവഴി നമുക്ക് വളവും ചെയ്യാവുന്ന, അതായത് ഫെർട്ടിഗേഷൻ നടത്താവുന്നതാണ്. ഇനി അന്തർതല കണിക ജലസേചനം. അപ്പൊ ഇതിനകത്താണെങ്കിൽ മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്ന് അല്പം താഴെയായിട്ട് ജലസേചനം നൽകുന്ന ഒരു രീതിയാണ്. പ്രധാനമായിട്ടും പച്ചക്കറികളിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഇനി മൈക്രോ സ്പ്രിംഗ്ലർ ഉണ്ട്. ഈ ജലസേചന രീതി വഴി വെള്ളം അല്പാൽപമായി ചെടിക്ക് ചുറ്റും, അതായത് 2 മീറ്റർ മുതൽ 9 മീറ്റർ വരെയുള്ള ചുറ്റളവിൽ സ്പ്രേ ചെയ്ത് ചെടികൾക്ക് ലഭിക്കും. പോളി ഹൗസിലും ഗ്രീൻ ഹൗസിലും ഒക്കെ ഉള്ള അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കുവാനായിട്ട് മിസ്റ്റർ പവറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഗ്രീൻ ഹൗസിലും പോളി ഹൗസിലും ഒക്കെ നഴ്സറിയിലും ഒക്കെ ഇത് ജലസേചനത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്ത് വെള്ളം ചെറിയ കണികളായിട്ട് ചെടിയുടെ മുകളിൽ സ്പ്രേ ചെയ്യപ്പെടും. ഇനി കണിക ജലസേചനത്തെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ നോക്കാം. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. വെള്ളത്തിന്റെ ഉപയോഗക്ഷമത കണിക ജലസേചനം വഴി ചെയ്യുമ്പോൾ 90 തൊട്ട് 95%. അതായത് ഒരു 10 ലിറ്റർ വെള്ളം നമ്മൾ കണിക ജലസേചനം വഴി കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് 9 തൊട്ട് 9.5 ലിറ്റർ വെള്ളം ലഭിക്കും. മറ്റ് രീതികളിലൊക്കെ ആണെങ്കിൽ അത് വളരെ കുറവാണ്. നമ്മൾ സാധാ രീതിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 30% മാത്രമേ ഉള്ളൂ. അതായത് 10 ലിറ്റർ വെള്ളം കൊടുത്ത ഒരു 3 ലിറ്റർ വെള്ളം മാത്രമേ ചെടികൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ കണിക ജലസേചനം തീർച്ചയായിട്ടും ജലദൗർലഭ്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കണിക ജലസേചനം പോളി ഹൗസിൽ മാത്രമല്ല വാഴയ്ക്ക് തെങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ കണിക ജലസേചനത്തിലുള്ള ഭാഗങ്ങൾ നോക്കാം. ഇതിനകത്ത് എമിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഡ്രിപ്പർ ഉണ്ട്. ഇതിനകത്ത് ലാറ്ററൽ പൈപ്പ് ഉണ്ട്, സബ് മെയിൻ അല്ലെങ്കിൽ ഉപപ്രധാന പൈപ്പുകളുണ്ട്, പിന്നെ മെയിൻ പൈപ്പ് അല്ലെങ്കിൽ പ്രധാന പൈപ്പുകൾ, അതുകൂടാതെ ഫിൽറ്ററുകൾ ഉണ്ടാവും, മണലരിപ്പ് അതായത് സാൻഡ് ഫിൽറ്റർ ഉണ്ടാവും, സ്ക്രീൻ ഫിൽറ്റർ ഉണ്ടാവും, പിന്നെ ഫെർട്ടിഗേഷൻ വേണ്ടി വെഞ്ചുറി അല്ലെങ്കിൽ മറ്റ് ഫെർട്ടിലൈസർ ഇഞ്ചക്ടറോ ഒക്കെ ഉണ്ടാവും. കൂടാതെ ഇതിനകത്ത് പ്രഷർ ഗേജ് ഉണ്ടാവും, പിന്നെ എയർ റിലീസ് വാൽവ്, പമ്പ്, ടാങ്ക്. ഇത്രയാണ് ഇതിന്റെ പ്രധാന ഭാഗം. അതായത് ടാങ്ക്, പമ്പ്, പ്രഷർ ഗേജ്, വിവിധതരം അരിപ്പകൾ, മെയിൻ ലൈൻ, സബ് മെയിൻ, ലാറ്ററൽ, അതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന എമിറ്റർ. സാധാരണ പറയുന്നത് വെള്ളത്തിന്റെ സോഴ്സ് ഒരു ടാങ്ക് ആവാം, അല്ലെങ്കിൽ കുഴൽക്കിണറാവാം, നദിയാവാം, അല്ലെങ്കിൽ വീട്ടിലെ പൈപ്പ് ആവാം. അപ്പൊ ഇതനുസരിച്ചിട്ട് അതിനകത്ത് മാലിന്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് മാലിന്യങ്ങൾ തരം അനുസരിച്ച് നമ്മൾ അരിപ്പുകൾ, പലതരത്തിലുള്ള അരിപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് പ്രൈമറി ഫിൽറ്ററും ഉണ്ട്, സെക്കൻഡറി ഫിൽറ്ററും ഉണ്ട്. ഈ സാൻഡ് ഫിൽറ്ററും ഹൈഡ്രോസെക്ട്രോൺ ഫിൽറ്റർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫിൽറ്റർ പ്രഥമ അരിപ്പുകളായിട്ട് വരുന്നത് പ്രൈമറി ഫിൽറ്റേഴ്സ് ആണ്. ഈ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ സ്ക്രീൻ ഫിൽറ്ററും ഡിസ്ക് ഫിൽറ്ററും ആണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കുഴൽക്കിണറിനോ അല്ലെങ്കിൽ ഒരു നദിയിൽ നിന്നൊക്കെയാണ് നമ്മൾ വെള്ളം എടുക്കുന്നില്ല, അതിനകത്ത് മണലിന്റെ അംശം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഹൈഡ്രോസെക്ട്രോൺ ഫിൽറ്റർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫിൽറ്റർ അല്ലെങ്കിൽ സാൻഡ് സെപ്പറേറ്റർ എന്ന് പറയും, ഈ ഫിൽറ്റർ വഴി വേണം വെള്ളം കൊണ്ടുവരാൻ. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മണലിനെ അത് അരിച്ച് ശുദ്ധമായ ജലം അല്ലെങ്കിൽ മണലില്ലാത്ത ജലം നമുക്ക് ചെടികൾക്ക് കൊടുക്കാനായിട്ട് ലഭിക്കും. ഇനി സാൻഡ് ഫിൽറ്റർ ആകുമ്പോഴത്തേക്കും മണൽ കൊണ്ട് ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യുന്ന മണലിൽ കൂടിയാണ് ഈ വെള്ളം പോകുന്നത്. അങ്ങനെ മണൽ വെള്ളത്തെ ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളത്തെ അരിച്ച് അതിനകത്തുള്ള ഈ പായ തുടങ്ങിയിട്ടുള്ള അവശിഷ്ടങ്ങളെ നീക്കം ചെയ്യും. സാധാരണ രീതിയിൽ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫെർട്ടിലൈസറിന്റെ വെഞ്ചുറി ടാങ്ക് ഒക്കെ വെക്കുന്നത്. അപ്പൊ വെഞ്ചുറി വഴി നമുക്ക് വളം കൊടുക്കാൻ പറ്റും. അപ്പോൾ വളത്തിനകത്തും ചെറിയ സൂക്ഷ്മ അവശിഷ്ടങ്ങൾ കാണും. അതിനെ മാറ്റാനായിട്ട് വെഞ്ചുറിക്ക് ശേഷം നമ്മൾ ഒന്നുകിൽ സ്ക്രീൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഡിസ്ക് ഫിൽറ്റർ നൽകുക. അപ്പൊ ഈ സ്ക്രീൻ ഫിൽറ്ററോ ഡിസ്ക് ഫിൽറ്ററോ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒന്ന് സ്ക്രീൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഡിസ്ക് ഫിൽറ്റർ. അപ്പോൾ ഡിസ്ക് ഫിൽറ്ററിന്റെ ഉപയോഗക്ഷമത കൂടുതലാണ്. അപ്പോൾ അതിനുശേഷം വെഞ്ചുറി വഴി വളവും കൂടി അടങ്ങിയ വെള്ളത്തെ ഡിസ്ക് ഫിൽറ്റർ വഴി അരിച്ചാണ് നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ വളപ്രയോഗം നടത്തിയതിനു ശേഷം ഇത് ഈ ഡിസ്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ ഫിൽറ്റർ ഊരി കഴുകി വൃത്തിയാക്കി തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഏകദേശം 5 സെന്റിൽ കൂടുതൽ കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വെഞ്ചുറി സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത് മധ്യഭാഗം വ്യാസം കുറഞ്ഞതും ഇരുഭാഗവും വ്യാസവും കൂടിയ ഒരു പൈപ്പാണ് വെഞ്ചുറി. അപ്പൊ ഈ വ്യാസത്തിലുള്ള വ്യത്യാസം കാരണം മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുകയും കുറഞ്ഞ വ്യാസമുള്ള ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ട്യൂബിൽ കൂടി, അതായത് ഈ ഭാഗം കുറഞ്ഞ വ്യാസമുള്ള ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ട്യൂബിൽ കൂടി ബക്കറ്റിലും മറ്റു പാത്രങ്ങളിലും വേറെ കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്ന രാസവളങ്ങള് അത് വലിച്ചെടുക്കുകയും ഡ്രിപ്പ് ഇറിഗേഷന്റെ പൈപ്പ് വഴി അത് ചെടിയുടെ ചുവട്ടിലെത്തിക്കുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു 5 സെന്റിൽ കൂടുതൽ കൃഷി ഉണ്ടെങ്കിൽ ഈ സംവിധാനം തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇനി ഫെർട്ടിലൈസർ ടാങ്ക് ആണ്. അപ്പൊ ഈ രീതി വഴി ഫെർട്ടിലൈസർ ടാങ്ക് വഴി നമുക്ക് ചെടികൾക്ക് വളം നൽകാവുന്നതാണ്. വളരെ കൃത്യതയോടു കൂടി വളം നൽകേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ ആണ്. ഈ സംവിധാനത്തിൽ ചെലവ് കൂടുതലുമാണ്. മണ്ണില കൃഷിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാങ്കാണ് ABC ടാങ്ക്. അപ്പോൾ നമുക്ക് ഈ സൂക്ഷ്മ ജലസേചന രീതികൾ അവലംബിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മണ്ണ്, ജലം, വിള ഇവയെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് വിളയെക്കുറിച്ച് നമുക്ക് വിളയുടെ പൂർണ്ണമായ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ചെടികൾ തമ്മിലുള്ള അകലം,
വരി അകലം, ചെടികൾ തമ്മിലുള്ള അകലം, ദിവസേനയുള്ള വെള്ളത്തിന്റെ തോത്, ഒരു ചെടിക്ക് എത്ര വെള്ളം ഒരു ദിവസം വേണം, അതുമാത്രമല്ല അതിന്റെ കാലദൈർഘ്യം, വളർച്ചാ കാലദൈർഘ്യം, എത്ര മൂലങ്ങൾ വേണം, ഇതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. പിന്നെ മണ്ണിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും മണ്ണിന്റെ ഘടന അറിഞ്ഞിരിക്കണം. അതായത് മണ്ണിന്റെ ടെക്സ്ചർ, ലൂസ് സോയിൽ ഡെപ്ത്, അതായത് മണ്ണിന്റെ ആഴം, മാത്രമല്ല ജലസംഭരണ ശേഷി, മണ്ണുള്ള അവൈലബിൾ ആയിട്ടുള്ള വളങ്ങൾ, അതായത് NPK, കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാവണം. മണ്ണിലുള്ള ജൈവാംശം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് നമുക്ക്, അതായത് ഓരോ പ്രാവശ്യം കൃഷി ഇറക്കുമ്പോൾ നമ്മൾ മണ്ണ് പരിശോധിക്കണം. വെള്ളത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വെള്ളത്തിന്റെ കഠിനത, അതായത് ഹാർഡ്നെസ് അറിയണം, വെള്ളത്തിൽ അലിഞ്ഞു നിൽക്കുന്ന മൂലകൾ അറിഞ്ഞിരിക്കണം, വെള്ളത്തിന്റെ pH അറിഞ്ഞിരിക്കണം, വെള്ളത്തിന്റെ ലവണത അറിഞ്ഞിരിക്കണം. ഇപ്പൊ മണ്ണ്, ജലം, വിള ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സൂക്ഷ്മ ജലസേചന വഴി നല്ല രീതിയിൽ ചെടികൾക്ക് വെള്ളം നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രീതിയാണ് തിരുനന. പല ചിലവൊന്നുമില്ല. റെയിൻ ഷട്ടറിലോ ടെറസിലോ കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് തിരുനന. ഇപ്പോൾ ആളുകൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് തിരുനന രീതി ചെയ്യാറുണ്ട്. റെയിൻ ഷട്ടറിലും ടെറസിന്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇതിനകത്തില്ല. കാരണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇതിനകത്തുള്ള ട്യൂബിലേക്ക് വെള്ളം നിറച്ചാൽ മതി. അപ്പോൾ ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു PVC പൈപ്പ്, ഏകദേശം 3 ഇഞ്ച് വ്യാസമുള്ള ഒരു PVC പൈപ്പ്, അതിന്റെ നടുക്ക്, അതായത് ചെടികളിലെ വെക്കേണ്ട അകലം അനുസരിച്ച് 30 തൊട്ട് 50 സെന്റിമീറ്റർ അകലത്തിൽ വീതം ഓരോ സൂക്ഷ്മങ്ങൾ ഉണ്ടാക്കുക. ഇതേപോലെ ഒരു സൂക്ഷ്മങ്ങൾ ഉണ്ടാക്കുക. ആ സൂക്ഷ്മത്തിന് 2 വശത്തായിട്ട് ഒരു 2 ഇഷ്ടിക വെക്കുക. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് വെക്കുന്നത്. അപ്പൊ ഈ ഗ്രോ ബാഗിന്റെ അറ്റത്തും അടിയിലും ഇതേപോലെ ഒരു സൂക്ഷ്മം ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഇത് മാത്രമല്ല, ഇതാണ് ഇതിന് ഒരു തിരി എന്ന് പറയുന്നത്. ഇതിന് കോട്ടൺ നൂൽ വെച്ച് ഉണ്ടാക്കിയ ഒരു തിരിയാണിത്. നമുക്ക് തനിയെ വേണമെങ്കിൽ തുണിയൊക്കെ വെച്ച് ഇതേപോലെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഈ തിരി എടുത്ത് നമ്മൾ ഗ്രോ ബാഗിന്റെ അടിവശത്ത് ദ്വാരം വിട്ട് അതിൽ കൂടി ഒരു 10 സെന്റിമീറ്റർ മുകളിലേക്ക് വരുന്ന വിധത്തിലേക്ക് ഈ തിരി ഘടിപ്പിക്കുക. അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മണ്ണ് നിറച്ചതിന് ശേഷം ഈ തിരിയുടെ ഒരറ്റം ഈ PVC പൈപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദ്വാരത്തിൽ വരുന്ന വിധത്തിലേക്ക് മുക്കി വെക്കുക. ഈ PVC പൈപ്പിൽ ആവശ്യമുള്ള ജലം നിറച്ചു കൊടുക്കുക. അങ്ങനെ ജലം നിറയ്ക്കുമ്പോൾ കാപ്പിലറി ആക്ഷൻ വഴി ഈ തിരി വഴി വെള്ളം ചെടികളുടെ വേരുപടത്തിലെത്തുകയും ചെടികൾക്ക് ജലക്ഷാമം ഉണ്ടാകുകയില്ല. അത് മാത്രമല്ല, ഈ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ, സാധാരണ രീതിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ധാരാളം വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാറുണ്ട്. അപ്പോൾ ആ വെള്ളത്തിന് കൂടെ വളവും ഒഴുകി പോകാറുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു കൃഷി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ രീതി നമ്മൾ തിരി ഉപയോഗിച്ച് ജലസേചനം നടത്തുമ്പോൾ ഒരു തരത്തിലുള്ള ജല നഷ്ടവും സംഭവിക്കുന്നില്ല. അത് മാത്രമല്ല, വെള്ളം നഷ്ടവും സംഭവിക്കുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഈ PVC പൈപ്പ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ ഇതിനകത്തു നിന്നുള്ള വെള്ളം ചെറിയ തോതിൽ ചെടികളുടെ വേരുപടത്തെത്തുകയും ചെടികൾ നന്നായി വളരുകയും ചെയ്യും. രാസവളമൊക്കെ നമ്മൾ ഈ തിരി വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ തിരുനന ഉപയോഗിക്കുമ്പോൾ നമുക്ക് പർണപോഷണം വഴി, അതായത് പോളിയാർ വഴി ചെടികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ചുവട്ടിൽ നമുക്ക് ആവശ്യമായ തോതിൽ വളം വെള്ളത്തോടൊപ്പം നൽകാം. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വളം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് തിരുനന. വളരെ എളുപ്പത്തിൽ വളരെ ലോ കോസ്റ്റ് ആയിട്ടും നമുക്ക് നിർമ്മിക്കാവുന്ന രീതിയാണ്. ഈ തിരിക്ക് ഏകദേശം ഒരു 18 മുതൽ 20 രൂപ വരെ വില വരും. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു തിരിയും ഒരു PVC പൈപ്പും, ഒരു 3 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പും, ഒരു ഗ്രോ ബാഗും മതി. ഇനി നമുക്ക് ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് നോക്കാം. മണ്ണില്ലാതെ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ലൈനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പൊ ഇതിനകത്ത് മണ്ണിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് മണ്ണില്ലാതെ ലൈനുകളിൽ, അതായത് പോഷകം അടങ്ങിയ ലൈനിൽ ചെടികളെ വളർത്തുന്നു. നമുക്കറിയാം ചെടികൾക്ക് ഏകദേശം 17 മൂലങ്ങൾ ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള മൂലങ്ങളൊക്കെ ഈ ലൈനിൽ നമ്മൾ ലയിപ്പിച്ചിട്ട് ചെടികളെ അതിനകത്ത് വളർത്തും. അപ്പൊ ഈ സസ്യങ്ങളെ ഉറപ്പിക്കുന്നുണ്ട്. മണ്ണിന്റെ ആവശ്യം വരുമ്പോൾ ചെടികൾക്ക് ഉറച്ചിരിക്കാനുള്ള ഒരു പ്രതലം കൂടിയാണ് മണ്ണ്. അപ്പോൾ ഇതിനകത്താണ് ചെടികളെ ഉറപ്പിക്കുന്നതിനായിട്ട് കയർപ്പിത്തോ അല്ലെങ്കിൽ വെള്ളാരം കല്ലുകളോ അഥവാ തെർമക്കോളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. 2-3 തരത്തിലുള്ള ഹൈഡ്രോപോണിക്സ് രീതിയുണ്ട്. റാഫ്റ്റ് ബെഡ് സിസ്റ്റം അഥവാ ഡീപ്പ് വാട്ടർ കൾച്ചർ സിസ്റ്റം. അപ്പൊ ഇതിനകത്ത് ഇത് ഒരു ടാങ്ക് ആണ്. അതിന്റെ മുകളിൽ പോളിഫോമോ ഫൈബർ ഫോമോ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ആവശ്യത്തിന് വലിപ്പമുള്ള തുളയിടും. ആ തുളയിൽ നെറ്റ് പ്ലോട്ട് ഇറക്കി വെച്ച് അതിൽ ഈ നേരത്തെ പറഞ്ഞ മീഡിയ, അതായത് ഓടുമുറിയോ ഹൈഡ്രോട്ടോണോ മെറ്റലോ എന്തെങ്കിലും നിറച്ചിട്ട് അതിനകത്തേക്ക് ചെടി നടും. അപ്പൊ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കും ചെടികൾക്ക് ആവശ്യമുള്ള മൂലകൾ നമ്മൾ ഈ വെള്ളത്തിൽ അയപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്തൊരു എയർ പമ്പും ഉണ്ട്. അപ്പൊ ഇതിന് വഴി വായു ഇതിനകത്തേക്ക് സഞ്ചരിക്കും. അപ്പൊ സാധാരണ മുളക്, വെണ്ട, തക്കാളി, ചീര, പയറ്, താൽക്കുക്കുമ്പർ, ക്യാപ്സിക്കം, ചീരച്ചേമ്പ്, പാലക്ക് ഒക്കെ ഇതിനകത്ത് നന്നായി വളർത്താവുന്നതാണ്. നെല്ല് വരെ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് വളർത്താൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് ഓരോ ചെടിയുടെ വേരുപടലത്തിലും ഈ വളവും വെള്ളവും എത്തുന്നതുകൊണ്ട് ചെടികൾ തമ്മിൽ ഇതിനകത്ത് മത്സരം ഉണ്ടാവില്ല. അപ്പൊ കൂടുതൽ ചെടികൾ ഇതിനകത്ത് നടാൻ പറ്റും. വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പരിചക്രമണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഒരു 10% വെള്ളം മതിയാവും ഹൈഡ്രോപോണിക്സ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ. അപ്പൊ ഇതിനകത്ത് വെള്ളവും വളവും നഷ്ടപ്പെടാതിരിക്കുന്നുണ്ട്. വെള്ളവും വെള്ളം നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നിലം ഒരുക്കുക, കളകൾ പറിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം നൽകുക,
ഇടയിളക്കുക, അങ്ങനെ പല തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ചെടിയുടെ വേരുവളത്തിൽ തന്നെ ആവശ്യമുള്ള വെള്ളവും വളവും ലഭിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും വെള്ളത്തിന്റെ നഷ്ടം സംഭവിക്കുന്നില്ല. ഇനിയുള്ള രീതിയാണ് ഇത് ന്യൂട്രിയൻ ഫില്ലിംഗ് ടെക്നിക്ക്. ന്യൂട്രിയൻ ഫില്ലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുള്ള ബെഡ് സിസ്റ്റമാണിത്. ഈ ബെഡിന് ആവശ്യത്തിന് അതായത് 70 മുതൽ 1 മീറ്റർ വരെ വീതി ഉണ്ടായിരിക്കണം. ന്യൂട്രിയൻ ഫില്ലിംഗ് ടെക്നിക്കിൽ 4 മുതൽ 6 ഇഞ്ച് വ്യാസമുള്ള റൗണ്ട് പൈപ്പോ അല്ലെങ്കിൽ സ്ക്വയർ പൈപ്പോ ചെറിയ ചരിവോടുകൂടി ഘടിപ്പിക്കും. എന്നിട്ട് ഇതിലൂടെ ന്യൂട്രിയൻ അടങ്ങിയ വെള്ളം ഒഴുക്കും. ഇതിനകത്താണെങ്കിൽ ഇതേപോലെ പൈപ്പിൽ ഒരു തുളയിട്ട് അതിനകത്ത് നെറ്റ് പ്ലോട്ട് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ചെടികൾ നടും. അപ്പൊ ഇതിന്റെ ചെടികളുടെ പകുതി വേരുകൾ വായുവിലും പകുതി വേര് വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ചെടികൾക്ക് ആവശ്യമായ വായു മൂലകങ്ങൾ ലഭിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു ന്യൂട്രിയൻ പമ്പുണ്ട്. ഇവിടെയും ന്യൂട്രിയൻ പമ്പ് വഴി ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള വളമടങ്ങിയ വെള്ളം ചെടികളുടെ വേരുവെള്ളത്തിലെത്തുന്നു. അതുവഴി കറങ്ങി വീണ്ടും അത് ഈ ടാങ്കിലേക്ക് തന്നെ വീഴുന്നു. അങ്ങനെ ഈ ഒരു സർക്കുലേഷൻ മൂവ്മെന്റിൽ ചെടികൾക്ക് ആവശ്യമുള്ള വളവും ലഭിക്കുന്നുണ്ട്, വെള്ളവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ്യൂസ്, പാലക്ക്, ചീര, ചൈനീസ് ക്യാബേജ്, മുളകൊക്കെ ഇതിനകത്ത് നന്നായിട്ട് വളർത്താവുന്നതാണ്. അപ്പൊ ഇതില് വെള്ളത്തിലിടാൻ ഒരു സബ്മർസിബിൾ പമ്പ് സെറ്റും ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു പൈപ്പ് സിസ്റ്റവും വേണം. വെള്ളത്തിൽ ഓക്സിജൻ ലയിപ്പിക്കാനായിട്ട് ഒരു എയറേറ്റിംഗ് സംവിധാനം ഉണ്ടാവും. അതായത് ഒരു എയർ ബ്ലോവർ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് വായുവിലുള്ള ഓക്സിജനെ വെള്ളത്തിൽ ലയിപ്പിച്ച് ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. വെള്ളത്തിൽ നിലനിർത്തേണ്ടതായ ഓക്സിജൻ ലെവൽ 7 തൊട്ട് 9 വരെയാണ്. ഇനി നമുക്ക് അക്വാപോണിക്സ് നോക്കാം. ഈ ഹൈഡ്രോപോണിക്സിൽ മീൻ കൂടി ചേരുമ്പോഴത് അക്വാപോണിക്സ് ആവുന്നത്. ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാവും. ഫിഷ് ടാങ്കിൽ നിന്ന് ഫിൽറ്റർ വഴി വെള്ളം പമ്പിലേക്ക് എത്തും. അവിടുന്ന് വഴി അത് ഈ ഗ്രോയിങ് ടാങ്കിലേക്ക് എത്തിക്കും. അവിടുന്ന് വീണ്ടും വെള്ളം തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് എത്തും. അപ്പോൾ ഒരു സർക്കുലേറ്ററി മൂവ്മെന്റ് ആണ്. അപ്പൊ ഇതാണ് അക്വാപോണിക്സ്. ഇനി നമുക്ക് എന്താണ് എയറോപോണിക്സ് എന്ന് നോക്കാം. ഈ എയറോപോണിക്സിൽ ചെടികളുടെ വേരുകൾ വായുവിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ന്യൂട്രിയൻ പമ്പ് വഴി വളം ചെടികളുടെ വേരിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനകത്ത് നല്ല ഓക്സിജൻ കിട്ടുന്നു, വളവും കിട്ടുന്നു. അങ്ങനെ ചെടികൾ നന്നായിട്ട് വരുന്നു. ഇതാണ് എയറോപോണിക്സ് രീതി. അപ്പൊ ഇതിനകത്ത് ഒരു ന്യൂട്രിയൻ പമ്പുണ്ട്, ഒരു മിസ്റ്റ് നോസിലുണ്ട്. അപ്പൊ ഈ മിസ്റ്റ് നോസിൽ വഴി പമ്പ് ചെയ്ത് ചെടികളുടെ വേരുകളിലേക്ക് നമ്മൾ വളം എത്തിക്കുകയും വളവും കിട്ടും. ഈ ചെടികളുടെ വേരുകൾ എയറിൽ നിൽക്കുന്നുണ്ട്, വായുവിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് വായുവും ലഭിക്കുന്നുണ്ട്, മിസ്റ്റ് നോസിൽ വഴി വളവും ലഭിക്കുന്നു. ചെടികൾക്ക് വളരാനുള്ള മൂലവും വായുവും ലഭിക്കുന്നുണ്ട്, അത് നന്നായി വളരുന്നു. അപ്പൊ ഇത് വളരെ നന്നായിട്ട് പലരും ബാൽക്കണിയിലും വലിയ വലിയ കെട്ടിടങ്ങളിലും ഒക്കെ എയറോപോണിക് രീതി കണ്ടുവരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണിത്. ഇനി നമുക്ക് മഴമര കൃഷിയെ കുറിച്ച് നോക്കാം. റെയിൻ ഷെൽട്ടർ. എന്താണ് മഴമര കൃഷി? അപ്പൊ നമ്മള് നേരത്തെ പോളിഹൗസ് കൃഷിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ പോളിഹൗസ് കൃഷിയിലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ഞാൻ പറയുകയുണ്ടായി. അതായത് ശരിയായ തോതിൽ പോളിഹൗസിനകത്തുള്ള അന്തരീക്ഷം ക്രമീകരിക്കാതിരിക്കുക, വായു സഞ്ചാരം ഇല്ലാതിരിക്കുക ഒക്കെ വരുമ്പോഴത്തേക്കും പോളിഹൗസ് കൃഷി സാധാരണ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ 3 മുതൽ 10 മടങ്ങ് വരെ വിളവ് ലഭിക്കാൻ സാധ്യത ഉണ്ടായാൽ പോലും ശരിയായ രീതിയിൽ നമ്മളത് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടം സംഭവിക്കാനിടയുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു പ്രധാന കാരണം അതിനകത്തുള്ള വർദ്ധിച്ച ചൂടാണ്. അതിനൊരു പ്രധാന കാര്യം ഇതിന്റെ മുകളിൽ, അതായത് ഷീറ്റിനകത്ത് പായലും പൊടിയൊക്കെ പിടിക്കാറുണ്ട്. അങ്ങനെ 1-2 സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ മുഴുവൻ പൊടി പിടിച്ച് കിടക്കുന്നതായിട്ട് കണ്ടുവരാം. അപ്പൊ അത് കഴുകാനുള്ള ഒരു പ്രശ്നം. അപ്പൊ പോളിഹൗസിനകത്താണെങ്കിലും റെയിൻ ഷെൽട്ടറിലാണെങ്കിലും ഒരു വ്യത്യാസം പറയുമ്പോഴത്തേക്കും റെയിൻ ഷെൽട്ടറിലാണെങ്കിൽ വശങ്ങളിൽ ആ ഒരു ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഇല്ല. അത് മാത്രമല്ല ഇതൊരു അർത്ഥവൃത്താകൃതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പന്തലാകൃതിയിലോ അല്ലെങ്കിൽ അർത്ഥവൃത്താകൃതിയിലാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. മുകളിൽ വെന്റിലേറ്റർ ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം വായു ഇതിനകത്ത് സൈഡിൽ കൂടി, അതായത് വശങ്ങളിൽ കൂടി വായു ഇതിനകത്ത് കയറുന്നതുകൊണ്ട് വെന്റിലേറ്റർ ആവശ്യമില്ല. പക്ഷേ പോളിഹൗസിനെ പോലെ തന്നെ ബാക്കി കൺസ്ട്രക്ഷനൊക്കെ പോളിഹൗസിനെ പോലെ തന്നെ ഒരു സ്ട്രക്ചർ വേണ്ടി വരും. അത് കവർ ചെയ്യാനായിട്ട് ഒരു ആവരണം, അതായത് 200 മൈക്രോൺ UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് ഒരു സംരക്ഷിത കൃഷിയായിട്ട് ഇത് വളർത്താൻ പറ്റും. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ചെടികൾ ഇതിനകത്ത് നന്നായി വളർത്താൻ സാധിക്കും. മാത്രമല്ല ഇത് 200 മൈക്രോൺ UV സ്റ്റെബിലൈസ്ഡ് ഷീറ്റ് ആയതുകൊണ്ട് ചെറിയ സൂര്യപ്രകാശമാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ ഇലകളിലും സൂര്യപ്രകാശം ലഭിക്കുകയും കൂടുതൽ വിളവ്, അതായത് എല്ലാ ഇലകൾക്കും പ്രകാശ സംശ്ലേഷണം ചെയ്യാനുള്ള കഴിവുണ്ടാവുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയാണ് പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതും ശരിക്കും നമ്മൾ പോളിഹൗസ് പറഞ്ഞതുപോലെ തന്നെ തെക്ക് വടക്കായിരിക്കണം അതിന്റെ ദിശ. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഈ മഴമറയിൽ നിർമ്മിക്കുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. നിഴലിനകത്ത് വീഴാൻ പാടില്ല. വശങ്ങളിൽ ഇതേപോലെ ഒരു ഷെയ്ഡ് നെറ്റോ അല്ലെങ്കിൽ ബ്രിക്കോ, ചിലത് ഇഷ്ടികയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഈ കമ്പി വല വെച്ചോ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് പശുക്കളോ അല്ലെങ്കിൽ കന്നുകാലികളൊന്നും കയറി ഇതിനകത്ത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് പോളിനേഷന്റെ പ്രശ്നമില്ല. കാര്യം വശങ്ങൾ തുറന്നു കിടക്കുന്നതുകൊണ്ട് പോളിനേഷൻ ഇവിടെ നടക്കും.
അതായത് പരപരാഗം നടക്കുന്ന ചെടികളും സ്വയംപരാഗം നടക്കുന്ന ചെടികളും ഒക്കെ ഇതിനകത്ത് വളർത്താൻ പറ്റും. പോളിഹൗസിനെ പോലെ തന്നെ ഇതിനും നല്ല വിളവ് ഇതിനകത്ത് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UV പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ചില കീടങ്ങൾ കാഴ്ചശക്തി ഇല്ലാതാവുകയും അതിന് മറ്റ് രോഗങ്ങളെ വഹിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തോ ഒക്കെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. ഒരു 5 സെന്റ് വരെയൊക്കെ മതിയാവും. 1.25 സെന്റ് പോളിഹൗസിന് ഒരു വർഷം മുഴുവൻ ഒരു കുടുംബത്തിന് കിട്ടാവുന്ന പച്ചക്കറി ലഭിക്കും. ഇതും അതുപോലെ തന്നെയാണ്. ഇതും നമുക്ക് വർഷം മുഴുവൻ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി കിട്ടുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇതിനകത്തും നമുക്ക് വിക്ക് ഇറിഗേഷൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ തുള്ളി തന്നെ ചെയ്യാം. അപ്പൊ ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഡയറക്ഷൻ തെക്ക് വടക്കാണ്. ഇതിന്റെ സ്ട്രക്ചർ അതായത് അർദ്ധവൃത്താകൃതിയോ അല്ലെങ്കിൽ പന്തലാകൃതി ആയിരിക്കണം. നല്ല മഴയുള്ള സ്ഥലത്ത് പെട്ടെന്ന് വെള്ളം പോകാൻ സൗകര്യത്തിന് പന്തലാകൃതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം തുറസായിരിക്കണം, നല്ല സൂര്യപ്രകാശം ലഭിക്കണം, നനയ്ക്കുന്നതിനും അധിക ജലം ഒഴുകി പോകാനുള്ള എല്ലാ സൗകര്യവും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പോളിഹൗസിനൊക്കെ നമ്മൾ GI പൈപ്പ് കൊണ്ടുള്ള സ്ട്രക്ചറാണ് ചട്ടക്കൂടാണ് ഉണ്ടാക്കിയത്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അതുപോലെ GI പൈപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിലവ് രീതിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തടിയോ അതായത് മുളയോ കമുങ്ങോ കാറ്റടി കഴിയൊക്കെ ഉപയോഗിക്കാം. ഈ മണ്ണിലടി വരുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കരിയോയിൽ പുരട്ടിയിട്ട് മണ്ണിൽ കുഴിച്ചിടാം, അല്ലെങ്കിൽ ഉപ്പ് ഈ കുഴിയിലിട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ കമ്പ് നാട്ടി പന്തലുണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഒരു വേലി ഉണ്ടാവണം. തറയിന്ന് ഒരു 2 അടി ഉയരത്തിൽ വേലി കെട്ടുന്നത് നല്ലതാണ്. മഴമറ കൃഷിയിലും നമുക്ക് ഉയർന്ന ഉൽപാദനം പ്രതീക്ഷിക്കാം. മഴയിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും. ഇതും ഹരിതഗൃഹ പ്രഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് കൃഷി ചെയ്യാം. വർഷം മുഴുവൻ നമുക്ക് ഉൽപാദനം ലഭിക്കും. സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പോളിഹൗസ് ആണെങ്കിലും മഴവെള്ള കൃഷിയിലാണെങ്കിലും ഈ മുകളിൽ UV സ്റ്റെബിൾസ് പോളിത്തീൻ ഷീറ്റാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് പൊടികൾ വരാനുള്ള അല്ലെങ്കിൽ പായൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ടാണ് എപ്പോഴും കണ്ടുവരുന്നത്. അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഇതിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പായലും പൊടിയും ഒക്കെ ഒന്ന് കുതിർന്നു കഴിയുമ്പോൾ നമ്മൾ തറ ഉടയ്ക്കുന്ന മോപ്പ് ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് ആ പായലും പൊടിയും ഒക്കെ കഴുകിക്കളയുക. ഇപ്പൊ പോളിഹൗസിനകത്ത് പൊക്കം കൂടുതലായതുകൊണ്ട് നമുക്ക് ഏണിയൊക്കെ വെച്ച് വേണം, അല്ലെങ്കിൽ ഏണിയുടെ സഹായത്തോടെ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ മഴമറയൊക്കെ നേരത്തെ പറഞ്ഞത് 4.5 മീറ്റർ പൊക്കം വേണം, മധ്യഭാഗത്ത് വശങ്ങളിൽ ഒരു 2.5 മീറ്റർ പൊക്കം വേണം എന്നൊക്കെയായിരുന്നു ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ മഴമറയുടെ പൊക്കം മധ്യഭാഗത്ത് ഏകദേശം 3 മീറ്ററും വശങ്ങളിൽ 1.9 മീറ്റർ ആയിരിക്കുന്നത് നല്ലത്. ഇങ്ങനെയാവുമ്പോൾ ആളുകൾക്ക് ഏണിയുടെ ഒന്നും സഹായം കൂടാതെ തന്നെ സൈഡിൽ നിന്ന് നമുക്ക് മേൽക്കൂര അല്ലെങ്കിൽ ഇതിനകത്തുള്ള പോളിത്തീൻ ഷീറ്റ് നന്നായി കഴുകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിളവിനകത്ത് കുറയുന്നുമില്ല. ഇത്തരത്തിൽ മഴമറ നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് നമ്മുടെ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 5 മീറ്റർ വീതിയും 20 മീറ്റർ നീളമുള്ള, അതായത് 2 സെന്റ് സ്ഥലത്തേക്ക് ഉള്ള ഒരു മഴമറയ്ക്ക് 3 മീറ്റർ മധ്യഭാഗത്ത് ഉയരും, വശങ്ങളിൽ 1.9 മീറ്റർ വരെ ആയാൽ മതി. അപ്പോൾ ഇന്നും തീർച്ചയായിട്ടും നമുക്ക് അത് മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പോളിഹൗസ് ആണെങ്കിലും മഴമറയാണെങ്കിലും മുകളിലത്തെ ഭാഗത്ത് പായലും പൊടിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് ഈ വശങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ കൈ ഉയർത്തി മോപ്പ്, അതായത് നമ്മൾ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് വഴി ഈ ഭാഗത്ത് നന്നായി വെള്ളം ഒഴിച്ച് നന്നായി മോപ്പ് ഉപയോഗിച്ച് തുടച്ച് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ഈ പോളിത്തീൻ ഷീറ്റിന്റെ ഒക്കെ 1 മീറ്റർ സ്ക്വയറിലെ വില എന്ന് പറയുമ്പോൾ ഏകദേശം 50 മുതൽ 60 രൂപ വരെയാണ്. അപ്പോൾ ഒരു മീറ്റർ സ്ക്വയർ പോളിഹൗസിന് ഏകദേശം 1500 രൂപയോളം ചിലവാകും. പക്ഷേ ഈ പോളിഹൗസ് കിട്ടുന്നതിന്റെ പകുതി പോലും മുതൽ മുടക്ക് വേണ്ട റെയിൻ ഷട്ടർ നിർമ്മിക്കാനായിട്ട്. ഇതൊരു ക്ലാസ് ഞാൻ ഹൈടെക് കൃഷിയുടെ വിവിധ വശങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പോളിഹൗസ്, റെയിൻ ഷട്ടർ, വിക്ക് ഇറിഗേഷൻ, സൂക്ഷ്മ ജലസേചന രീതികൾ ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതി അനുവർത്തിക്കുക. കൃഷിഭവൻ വഴി നമുക്ക് ഇതിന് സബ്സിഡി ലഭിക്കുന്നതാണ്. അതിപ്പോൾ പോളിഹൗസ് ആണെങ്കിലും റെയിൻ ഷട്ടർ ആണെങ്കിലും സബ്സിഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഈ കാലത്ത് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ സ്വയം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു 1.25 സെന്റ് സ്ഥലത്ത് നമ്മൾ പോളിഹൗസ് നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവനുള്ള പച്ചക്കറി ലഭിക്കും. അതുപോലെ തന്നെയാണ് റെയിൻ ഷട്ടറിൽ. അപ്പോൾ റെയിൻ ഷട്ടർ പോളിഹൗസിന്റെ അത്രയും പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പോലും തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിളവ് ലഭിക്കും. ഏത് സമയത്ത് നമുക്ക് ഈ 2 രീതിയിലും കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൃഷി ചെയ്യുക. അങ്ങനെ പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.